ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകളിലേക്ക് ആദ്യം തലക്കെട്ടുകൾ. സമരത്തിന്റെ പേരിൽ സർക്കാർ പ്രതികാരം കാട്ടുന്നുവെന്ന് ആശാ വർക്കർമാർ. എല്ലാ സെന്ററുകളിൽ നിന്നും ആശമാർ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളോട് വന്ന് ലിസ്റ്റ് ചോദിക്കുന്നു, സമരത്തിൽ പങ്കെടുത്ത എത്ര പേരാണെന്നുള്ള ഒരു ലിസ്റ്റ് കൊടുക്കുന്നു. അതൊക്കെ ആസൂത്രിതമായി അവരെ ഭയപ്പെടുത്താനും ജോലിയിൽ നിന്ന് പിരിച്ചുവിടുമെന്നൊക്കെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം 13ാം ദിവസം. കോൺഗ്രസിന്റെ പിന്തുണ കൂടിയായതോടെ സമരം ശക്തമാക്കാൻ ആശാ വർക്കർമാർ. കൂടുതൽ നേതാക്കൾ പിന്തുണയുമായി സമരപ്പന്തലിലേക്ക്. KSRTCയിൽ സമരം ചെയ്തവർക്ക് നേരെ പ്രതികാര നടപടി. ശമ്പളം വൈകി നൽകിയാൽ മതിയെന്ന ഉത്തരവ് പിൻവലിച്ചില്ലെങ്കിൽ ശക്തമായ സമരമെന്ന മുന്നറിയിപ്പുമായി TDF. വികസന കുതിപ്പിനായി വൻ പ്രഖ്യാപനങ്ങൾക്ക് കാതോർത്ത് കേരളം. 5 വർഷത്തിനിടെ 30,000 കോടിയുടെ നിക്ഷേപം നടത്താൻ അദാനി ഗ്രൂപ്പ്. ലുലു, ആസ്റ്റർ ഗ്രൂപ്പുകളും നിക്ഷേപത്തിന് തയ്യാർ. വ്യാപാര പങ്കാളിത്തത്തിന് സന്നദ്ധരായി UAEയും ബഹ്റൈനും. ഏതു പാർട്ടി ഭരിച്ചാലും വികസനം വരണമെന്ന ചാണ്ടി ഉമ്മൻ ന്യൂസ് 18നോട്. ഇനി വേണ്ടത് ആര് ഭരിച്ചാലും ഏത് പാർട്ടി വന്നാലും വികസനമാണ്. കാരണം നമ്മുടെ ആളുകൾ നാട് വിട്ടുപോവുക, എന്നിട്ട് ലോകം മാറ്റിമറിക്കുക. ഇടുക്കി പന്നിയാർകുട്ടിയിൽ വാഹനാപകടത്തിൽ 3 മരണം. മരിച്ചത് ഒളിമ്പ്യൻ KM ബീനാമോളുടെ സഹോദരി റീനയും ഭർത്താവും ബന്ധുവും. അപകടം ഇന്നലെ രാത്രി 11 മണിയോടെ. UDFിലേക്ക് പ്രവേശന മാർഗം തേടി തൃണമൂൽ കോൺഗ്രസ്. മഹുവ മൊയ്ത്രയും ഡെറിക് ഒബ്രിയാനും കേരളത്തിൽ. PV അൻവറിനൊപ്പം പാണക്കാട്ടെത്തി തൃണമൂൽ ദേശീയ നേതാക്കൾ. സാദിഖ് അലി തങ്ങളുമായും കൂടിക്കാഴ്ച തുടരുന്നു. കാന്തപുരത്തെയും താമരശ്ശേരി ബിഷപ്പിനെയും സന്ദർശിക്കും. മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതോടെ PC ജോർജിന്റെ അറസ്റ്റിന് സാധ്യതയേറുന്നു. പരിശോധിച്ച് പോലീസ്. സുപ്രീംകോടതിയെ സമീപിക്കുന്നതിൽ ജോർജിന്റെ തീരുമാനം തിങ്കളാഴ്ച. കാക്കനാട് കസ്റ്റംസ് ക്വാർട്ടേഴ്സ് കൂട്ടമരണത്തിൽ പോസ്റ്റ്മോർട്ടം ഇന്ന്. മരണകാരണം ഇനിയും വ്യക്തമായില്ല. അഡീഷണൽ കസ്റ്റംസ് കമ്മീഷണർ മനീഷ് വിജയെയും കുടുംബത്തെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത് വ്യാഴാഴ്ച രാത്രി. ഫ്രാൻസിസ് മാർപ്പാപ്പ അപകടനില തരണം ചെയ്തിട്ടില്ലെന്ന് ഡോക്ടർമാർ. ഒരാഴ്ച കൂടി ആശുപത്രിയിൽ തുടരേണ്ടി വരും. മാർപ്പാപ്പയുടെ ജീവന ഭീഷണിയില്ലെന്നും ജമേലി ആശുപത്രി. ഇസ്രയേലി തടവുകാരെ ഹമാസ് ഇന്ന് മോചിപ്പിക്കും. പകരം പ്രതീക്ഷിക്കുന്നത് 602 പലസ്തീനി തടവുകാരുടെ മോചനം. സർക്കാർ പ്രതികാര മനോഭാവത്തോടെ പെരുമാറുന്നുവെന്ന് സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുന്ന ആശാ വർക്കർമാർ. മഹാസംഗമത്തിൽ പങ്കെടുത്ത ആശമാരുടെ പട്ടിക ശേഖരിച്ച് ജോലിയിൽ നിന്ന് വിടും എന്നതടക്കം ഭീഷണിപ്പെടുത്തുന്നുവെന്നാണ് ആരോപണം. സമരം കോൺഗ്രസ് ഏറ്റെടുത്തെന്ന പ്രചാരണം ആശാ വർക്കർമാർ തള്ളി. കഴിഞ്ഞ ദിവസം നമ്മൾ മഹാസംഗമം പ്രഖ്യാപിച്ചപ്പോൾ മുതൽ എല്ലാ സ്ഥലങ്ങളിലും അതിലേക്ക് ആള് വരാതിരിക്കാനുള്ള വലിയൊരു പ്രവർത്തനം നടക്കുന്നുണ്ടായിരുന്നു. വോയിസ് മെസ്സേജുകളായിട്ടും റിട്ടേൺ ടെക്സ്റ്റ് മെസ്സേജുകളായിട്ടും അയച്ചുകൊണ്ടിരിക്കുകയാണ്. ആയിരക്കണക്കിന് ആശമാരാണ് കാസർഗോഡ്, വയനാട് മുതൽ ഉള്ള ആളുകൾ വളരെ കഷ്ടപ്പെട്ട് ഇവിടെ വന്നത്. പക്ഷെ തിരിച്ചു വന്നപ്പോൾ അവരെ എല്ലാം ലിസ്റ്റ് എടുത്ത് കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് എല്ലാ സെന്ററുകളിൽ നിന്നും ആശമാർ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളോട് വന്ന് ലിസ്റ്റ് ചോദിക്കുന്നു, സമരത്തിൽ പങ്കെടുത്ത എത്ര പേരാണെന്നുള്ള ഒരു ലിസ്റ്റ് കൊടുക്കുന്നു. അതൊക്കെ ആസൂത്രിതമായി അവരെ ഭയപ്പെടുത്താനും ജോലിയിൽ നിന്ന് പിരിച്ചുവിടുമെന്നൊക്കെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. ഇതിനകത്ത് ഭവിഷ്യത്ത് നിങ്ങൾ കാണാൻ പോകുന്നതേ ഉള്ളൂ, അനുഭവിക്കാൻ പോകുന്നതെന്നൊക്കെ അത് വ്യക്തമായും ഭരണാനുകൂല സംഘടനയായ CIT ആണ് ഇത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതേസമയം സമരം 13ാം ദിവസവും തുടരുകയാണ്. വിവിധ കക്ഷി നേതാക്കൾ സമരവേദിയിലെത്തി. ഇന്നും ആശമാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കും. VV അരുൺ വിവരങ്ങളുമായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിന്ന്. അരുൺ, കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടത് അവർ ഒറ്റയ്ക്ക് ആരംഭിച്ച സമരത്തിന് പലതരത്തിൽ പല ഭാഗത്തു നിന്ന് പിന്തുണ കൂടുന്നതാണ്. അതേസമയം സർക്കാർ ആവട്ടെ ഉറച്ച നിലപാടിലാണ്. ഇത്രയേ സർക്കാരിനെ കൊണ്ട് ചെയ്യാൻ കഴിയൂ എന്ന നിലപാടിലാണ്. ഇതൊരു രാഷ്ട്രീയപരമായ ഒരു സമ്മർദ്ദം കൂടി ഉയരുന്ന സാഹചര്യത്തിൽ ഒരു ചർച്ചയ്ക്കെങ്കിലും സർക്കാർ ഇനി ഒരുങ്ങാൻ എത്രത്തോളം സാധ്യതയുണ്ട്? ഈ ആശാ വർക്കർമാരുടെ നിലപാട് ഈ സമയത്ത് എങ്ങനെയാണ്?
ശ്രീജ, ആശാ വർക്കർമാർ സമരം തുടങ്ങിയത് അവരുടെ സംഘടനയുടെ നേതൃത്വം തന്നെയാണ്. KHWA എന്ന സംഘടനത്തിലാണ് സമരം തുടങ്ങിയത്. പക്ഷേ ഇപ്പോൾ ആ സമരത്തിന് പൊതുജന പിന്തുണ ഏറുകയാണ്. രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ, സാമൂഹ്യ സംഘടനകൾ, മത സാമുദായിക സംഘടനകളൊക്കെ ഈ സമരത്തിന് പിന്തുണയുമായി എത്തുന്നു. നമ്മൾ സെക്രട്ടറി ഇത്തരം സമരങ്ങൾ നേരത്തെ കണ്ടിട്ടുള്ളതാണ്. ഒറ്റയ്ക്ക് തുടങ്ങിയ ഒറ്റയാൾ സമരങ്ങളൊക്കെ പിന്നീട് വലിയ ജനകീയ സമരങ്ങളായി മാറിയത് ഈ സെക്രട്ടേറിയറ്റിന്റെ മുൻവശം നമ്മൾ കണ്ടിട്ടുള്ളതുമാണ്. ഇതും അത്തരമൊരു സമരമായി മാറുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 13ാം ദിവസവും ഒട്ടും വീര്യം ചോരാതെ ആശമാരുടെ സമരം മുന്നോട്ട് പോകുന്നു. ഒരു പ്രധാന കാര്യമുള്ളത്, കഴിഞ്ഞ ദിവസം മന്ത്രി വീണ ജോർജിന്റെ ഒരു പ്രസ്താവന വിവാദമായിരുന്നു. ആശാ വർക്കർമാർ പരാതി പറഞ്ഞത് മന്ത്രിയെ കാണാനെത്തിയപ്പോൾ അവരെ കാണാതെ തിരിച്ചയച്ചു, മന്ത്രിയുടെ ഭർത്താവ് തിരിച്ചയച്ചു എന്ന പരാതി. അതിനെ ചോദ്യം ചെയ്ത് മന്ത്രി പറഞ്ഞത് തന്നെ കാണാൻ വന്നവരിൽ ആശമാരില്ലായിരുന്നു, കാണാൻ വന്നതാൾ ആശാ വർക്കർ അല്ല, മാത്രമല്ല തന്റെ ഭർത്താവ് ഈ തിരുവനന്തപുരത്ത് ഉള്ളയാളുമല്ല. ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നത് അന്ന് മന്ത്രിയെ കാണാൻ നിവേദനവുമായി പോയ ആശാ വർക്കർമാരുടെ സംഘടനയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് മിനിയാണ്. എന്തായിരുന്നു അന്ന് സംഭവിച്ചത്? മന്ത്രി നടത്തിയ പ്രസ്താവന, മന്ത്രി ഞങ്ങളെ കണ്ടില്ല, ഞങ്ങൾ ആരാണ് ചെന്നതെന്ന്. അവിടേക്ക് ആരും വന്നില്ല, ആരും നിവേദനം വാങ്ങിയതുമില്ല. ഞങ്ങൾ രാവിലെ 6:30 മണിക്ക് കാട്ട് ഹൌസിൽ 11-ാം തീയതി, ഫെബ്രുവരി 11-ാം തീയതി, അതായത് സമരം തുടങ്ങി 2ാം ദിവസം രാവിലെ 6:30 മണിക്ക് ഈ കമ്മീഷൻ ഓഫീസിന്റെ തൊട്ടടുത്തുള്ള തൈക്കാട്ട് ഹൌസിൽ മന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ, അതായത് ജനങ്ങളുടെ നികുതിപ്പണം കൊണ്ട് മന്ത്രി താമസിക്കുന്ന വസതിയിൽ ഞങ്ങൾ മന്ത്രിയെ കാണാൻ ചെന്നു. അവിടെ മന്ത്രി വന്നില്ല. ഞങ്ങളിപ്പം ആശയാണോ ആശയമല്ലോ എന്നറിയാൻ മന്ത്രി കണ്ടില്ലല്ലോ, ആരൊക്കെയാണ് വന്നതെന്ന് കണ്ടിട്ടില്ല. ആ വീട്ടിൽ ഒരാളെങ്കിലും വന്ന് നിങ്ങൾ ആരാണ്, എന്തിനാണ് വന്നത്, എപ്പോ കാണാൻ പറ്റും എന്നൊരു അഭിപ്രായം അവിടെ പറഞ്ഞിട്ടില്ല. മറിച്ച് വീടിന്റെ 2ാം നിലയിൽ നിന്ന് ജനൽ തുറന്നിട്ട ഒരാള് ഇവിടെ ഒന്നും ആരെയും കാണാൻ പറ്റില്ല, ഞങ്ങൾ ഇവിടെ ആരെയും കാണില്ല, വീട്ടിലാരെയും കാണില്ല, നിങ്ങൾക്ക് മന്ത്രിയുടെ ഓഫീസിൽ പോകാം എന്ന് പറഞ്ഞ് സത്യത്തിൽ ഒരുതരം ആട്ടിപ്പായിക്കലാണ് ചെയ്തത്. കാരണം 4 സ്ത്രീകൾ അവിടെ, ഞങ്ങൾ 4 സ്ത്രീകളാണ് ചെന്നത്. ആശാ വർക്കർമാരടങ്ങുന്ന 4 സ്ത്രീകൾ, യൂണിയന്റെ നേതാക്കളടങ്ങുന്ന 4 വനിതകളാണ് ചെന്നത്. ഒരു വനിതാ മന്ത്രിയാണ്. മന്ത്രിക്ക് ഒരു ഭയവും കൂടേണ്ട കാര്യമില്ല. വീട്ടിലേക്ക് ക്ഷണിക്കാം, അവിടെ ക്ഷണിച്ച് നിങ്ങളുടെ കാര്യങ്ങൾ എന്താണെന്ന് ചോദിക്കുകയും ചെയ്യാം. അതൊന്നും ചെയ്യാതെ കാണാതെ ഇരുന്നിട്ട് ഇപ്പോ ഇങ്ങനെയൊക്കെ പറയാന്ന് വളരെ കഷ്ടമാണെന്നേ പറയാൻ പറ്റുള്ളൂ. മന്ത്രിയുടെ ഭർത്താവായിരുന്നു അത്. ഭർത്താവാണോ ഇല്ലയോ, അല്ലെങ്കിൽ ആരാണ് അയാളെ നിയോഗിച്ചത് മന്ത്രിയാണ് പറയേണ്ടത്. മന്ത്രി പറയണം അയാൾ എങ്ങനെ അഭിപ്രായം പറഞ്ഞു. ഒരു വ്യക്തി ആ ജനല് തുറന്ന് നിങ്ങളെ ഇവിടെ കാണാൻ പറ്റില്ല, നിങ്ങളെന്നുള്ളല്ല ഈ വീട്ടിലേക്ക് ആരെയും കാണാൻ പറ്റില്ല എന്നാണ് അദ്ദേഹം ആദ്യത്തെ സെന്റൻസ്. അത് മന്ത്രി പറയണം, മന്ത്രി ആരെ നിയോഗിച്ചു എന്നും. അല്ലെങ്കിൽ അയാൾ പറയണം ഞാൻ മന്ത്രിയുടെ പേഴ്സണൽ സെക്രട്ടറിയാണോ, PA ആണോ, ബന്ധുവാണോ, ആരാണെന്ന് മന്ത്രിയാണ് വെളിപ്പെടുത്തുന്നത്. ഞങ്ങളല്ല പറയേണ്ടുന്നത്. ഞങ്ങൾ എങ്ങനെയാ പറയുന്നത്? ഞങ്ങളെ അകത്ത് കയറ്റണ്ടേ? കയറ്റിയാലല്ലേ കാണാൻ പറ്റുള്ളൂ. ഗേറ്റ് തുറന്നില്ലല്ലോ, ഗേറ്റ് പൂട്ടിയിട്ടിരിക്കുകയല്ലേ. അപ്പൊ ഗേറ്റിനകത്ത് പോലും കടക്കാൻ പറ്റാത്തവണ്ണം ബന്ദോബസ്താക്കി വെച്ചിട്ട് മന്ത്രി ഇപ്പൊ എന്ത് ആരോപണമാണ് പറയുന്നത്? അതവിടെ നിൽക്കട്ടെ. ഇനി ലീഡർ ആശാ വർക്കറാണോ അല്ലേ എന്ന് ചോദിക്കുന്നു. ഈ ആരോഗ്യമന്ത്രി ആരോഗ്യ മേഖലയിലുള്ള ആളാണോ? അങ്ങനെയാണോ അതിന്റെ മാനദണ്ഡം? അങ്ങനെയാണെങ്കിൽ മന്ത്രി പറയട്ടെ, ഞാൻ ആരോഗ്യ വിഭാഗത്തിൽ വിദ്യാഭ്യാസം കഴിഞ്ഞ് ജോലി ചെയ്യുന്ന ഒരാളാണ്. അവരെങ്ങനെയാണ് പറയുന്നത് ഞാൻ ആരാണെന്ന്? അപ്പോ മന്ത്രി അങ്ങനെയാണെങ്കിൽ അതാണ് യോഗ്യതയെങ്കിൽ, മാനദണ്ഡമെങ്കിൽ തീർച്ചയായിട്ടും ആരോഗ്യമന്ത്രി ആ രംഗത്തുള്ളായിരിക്കണം, വിദ്യാഭ്യാസ മന്ത്രി ആ രംഗത്തുനിന്നായിരിക്കണം, ഗതാഗത മന്ത്രി ആ രംഗത്തുള്ളായിരിക്കണം. ഇതൊന്നും അല്ലല്ലോ നമ്മുടെ കേരളത്തിന്റെ വിഷയം എന്ന് പറയുന്നത്. കേരളത്തിന്റെ വിഷയം എന്ന് പറയുന്നത് ആശാ വർക്കർമാർ ഉന്നയിച്ചിരിക്കുന്ന ന്യായമായ വിഷയം, അത് ന്യായമാണോ അന്യായമാണോ എന്ന് പരിശോധിക്കുക. ന്യായമാണെങ്കിൽ ആ ന്യായമായ വിഷയത്തെ മനസ്സിലാക്കുവാനും അത് പരിഹരിക്കുവാനും വേണ്ട പരിശ്രമം നടത്തുക. അല്ലാതെ മറ്റു വിഷയങ്ങളിലേക്ക് ഈ പ്രശ്നത്തെ ഡൈവേർട്ട് ചെയ്തുകൊണ്ട് പോകുന്നത്, വ്യതിചലിപ്പിക്കാൻ ശ്രമിക്കുന്നത് അങ്ങേറ്റം വളരെ മോശപ്പെട്ടൊരു കാര്യമാണ്. പ്രത്യേകിച്ച് ലോകം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ സമരം. എത്രയും വേഗം ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഉറപ്പ് തരുന്നതല്ല, എന്തെങ്കിലും ശരിയാക്കാമെന്ന് പറയുന്നതല്ല, മറിച്ച് കൃത്യമായി 1, 2, 3 എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അക്കമിട്ട് നിർത്തിക്കൊണ്ട് തന്നെ അതിനൊരു പരിഹാരം ഉണ്ടാകണം. അതും ഉത്തരവ് വാങ്ങിച്ചുകൊണ്ട് ഈ സമരം പിന്നോട്ടുള്ളൂ. പിന്നെ ഈ സമരം ആരും ഏറ്റെടുക്കേണ്ടതില്ല. ഇത് കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ 27,000-ഓളം വരുന്ന ആശമാർക്ക് വേണ്ടി അവരുടെ മുഴുവൻ ആളുകളുടെയും ആഗ്രഹം പ്രതിഫലിപ്പിക്കുന്ന ഒരു സമരമാണ് ഇവിടെ നടക്കുന്നത്. ഈ സമരം ചെയ്യാൻ ഈ സംഘടനയ്ക്കറിയാം, ഇതിന്റെ അംഗങ്ങൾക്കറിയാം. അതുകൊണ്ട് ദയവേത് ആരും ഏറ്റെടുക്കേണ്ട. ഞങ്ങൾക്ക് പിന്തുണ വേണം. ഞങ്ങൾക്ക് കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ മുഴുവൻ ആളുകളുടെ പിന്തുണ വേണം. സമരം ഞങ്ങൾ തന്നെ ചെയ്യാം, നിങ്ങൾ ഞങ്ങളെ സഹായിക്കണം എന്ന് മാത്രം. നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന മറ്റു 3 പേർ ആശാ വർക്കർമാർ തന്നെയാണോ? 2 പേർ ആശാ വർക്കർമാർ, ഒന്ന് ഞങ്ങളുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ബിന്ദു മേഡമാണ്. ശ്രീജ, ഇതാണ് ആശാ വർക്കർമാരുടെ സംഘടനയുടെ നിലപാട്. മന്ത്രിയെ കാണാൻ പോയത് മിനി ഉൾപ്പെടെയുള്ള ആശാ വർക്കർമാരും അവരുടെ സംഘടനാ നേതാക്കളും തന്നെയാണ്. പക്ഷേ
മന്ത്രി പറയുന്നത് തന്നെ കാണാൻ വന്നവർ ആശാ വർക്കർമാരല്ല, അല്ലെങ്കിൽ ആശാ വർക്കർ അല്ലാത്ത ഒരു സ്ത്രീയാണ് കാണാൻ വന്നത്. അവിടെ നിന്ന് ആരെയും അട്ടിപ്പായിച്ചിട്ടില്ല, അല്ലെങ്കിൽ അത്തരം ആരെയും അവിടെ ഭർത്താവ് അവിടെ ഉണ്ടായിരുന്നെന്നൊക്കെ പറയുമ്പോൾ ആരോ ആ വീടിന്റെ മട്ടുപ്പാവിൽ നിന്ന് ഇവരോട് അവിടെ കയറാൻ കഴിയില്ല, അവിടെ കാണാൻ കഴിയില്ല പറഞ്ഞ ആരോപണം അവർ ആവർത്തിക്കുകയാണ്. ഇനി ഇതിൽ മറുപടി പറയേണ്ടത് മന്ത്രി വീണ ജോർജ് തന്നെയാണ്. പി വി അരുണാണ് വിവരങ്ങൾ നൽകിയത്. ആശാവർക്കർമാരുടെ സമരം 13ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുന്നു. പല ഭാഗത്തു നിന്ന് അവർക്ക് പിന്തുണയേറുന്നുണ്ട്. ശക്തമായ സമരവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത്. ആ സമയത്താണ് ഈ തരത്തിൽ സമരത്തിന്റെ ശ്രദ്ധ തിരിച്ചുവിടാൻ ശ്രമങ്ങൾ നടക്കുന്നു എന്നൊരു ആരോപണം ആശാവർക്കർമാരും അവരുടെ സമരം നയിക്കുന്നവരും ഉന്നയിക്കുന്നത്. അതേസമയം ഇനി KSRTCയിലേക്ക് ചെന്ന അവിടെ സമരം ചെയ്തവർക്ക് നേരെ പ്രതികാര നടപടി സ്വീകരിക്കുന്നു എന്നാണ് വാർത്ത. സമരം ചെയ്തവർക്ക് കുറച്ച് വൈകി ശമ്പളം നൽകിയാൽ മതിയെന്നാണ് ഇപ്പോൾ നൽകിയിട്ടുള്ള നിർദ്ദേശം. പണിമുടക്കിൽ പങ്കെടുത്ത ജീവനക്കാരുടെ ശമ്പള ബിൽ വൈകി എഴുതിയാൽ മതിയെന്നും റെഗുലർ ശമ്പള ബില്ലിന്റെ കൂടെ എഴുതരുതെന്നും KSRTC മാനേജ്മെന്റ് ഉത്തരവിറക്കി. ശമ്പളം കൃത്യസമയത്ത് നൽകണം എന്നതുൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു ഫെബ്രുവരി 4-ന് TDF പണിമുടക്കിയത്. ഡാൻ കുര്യൻ വിവരങ്ങളുമായി. ഡാൻ, നമ്മളെ ഭരിക്കുന്നത് LDF സർക്കാരാണ്, CPM ആണ് ആ സർക്കാരിന് നേതൃത്വം നൽകുന്നത്. സമരം എന്നൊക്കെ പറയുന്നത്, പ്രതിഷേധം എന്ന് പറയുന്നത് അവകാശമാണെന്ന് കരുതുന്ന ഒരു സർക്കാരാണ്. വിയോജിപ്പുണ്ടെങ്കിൽ പ്രതിഷേധിക്കാൻ അവകാശമുണ്ട് എന്ന് എന്നും വാദിക്കുന്ന സർക്കാർ പ്രതിനിധികളുമാണുള്ളത്. അപ്പോഴാണ് സമരം ചെയ്തതിന്റെ പേരിൽ സമയത്ത് ശമ്പളം വേണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു ആ സമരം. ശമ്പള ബിൽ വൈകി കൊടുത്താൽ മതി, ശരിക്കും ഒരു പ്രതികാരം എന്നതിലേക്ക് തന്നെയാണോ KSRTC മാനേജ്മെന്റ് നീങ്ങിയിട്ടുള്ളത്? ശ്രീജ, അങ്ങനെ തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വിചിത്രമായ ഒരു നീക്കമാണ്, നടപടിയാണ് KSRTC മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. ഏതാനും മാസങ്ങളായി ഈ ശമ്പളം കൃത്യമായി നൽകാത്തതിനെതിരെ എല്ലാ മാസവും ആദ്യവാരം KSRTC CMD ഓഫീസിന് മുമ്പിൽ പ്രതിഷേധങ്ങൾ നടക്കുന്നത്. കഴിഞ്ഞ ഫെബ്രുവരി 4 ശമ്പളം വൈകുന്നുവെന്ന് ആരോപിച്ചു ഈ പ്രതിഷേധം നടന്നത്. എന്നാൽ ഈ പ്രതിഷേധ സമരത്തിൽ പങ്കെടുത്തവർക്ക് ഡയസ് ലോൺ ബാധകമാക്കിക്കൊണ്ട് നേരത്തെ തന്നെ KSRTC മാനേജ്മെന്റ് ഉത്തരവിറക്കിയിരുന്നു. ആ പശ്ചാത്തലത്തിലാണ് അവരുടെ ശമ്പള ബിൽ വൈകി എഴുതിയാൽ മതി എന്നൊരു നിർദ്ദേശം ഉത്തരവിലൂടെ തന്നെ KSRTC മാനേജ്മെന്റ് ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്നത്. അതായത് പ്രതിഷേധവുമായി മുന്നിൽ നിന്നവരെ തളർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നീക്കമാണ്, അവരെ പ്രതിരോധത്തിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നീക്കമാണ് മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത് എന്നാണ് TDFന്റെ ആക്ഷേപം. നടപടി പിൻവലിച്ചില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധവുമായി മുമ്പോട്ട് പോകുമെന്നാണ് അവർ നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ്. പക്ഷേ ഡാൻ, ഒരു സംശയം, ഈ സമരത്തിന് ഡയസ് നോൺ പ്രഖ്യാപിച്ചിരുന്നല്ലോ. ഡയസ് നോൺ പ്രഖ്യാപിക്കുക എന്ന് പറഞ്ഞാൽ അത് ശമ്പളം നഷ്ടമാവുന്ന ദിവസമാണ്. അങ്ങനെയെങ്കിൽ സർക്കാരിന്റെ ഭാഗത്ത് അവർക്ക് ന്യായീകരണം കണ്ടെത്താൻ കഴിയില്ലേ? ഡയസ് നോൺ പ്രഖ്യാപിച്ച ഒരു സമരത്തിൽ പങ്കെടുത്തവർക്ക് നേരെ ഈ നടപടി സ്വാഭാവികമല്ലേ? ഇതിനു മുമ്പും ഡയസ് നോൺ പ്രഖ്യാപിച്ചിട്ടുള്ള സമരങ്ങൾ ഒരുപാട് നടന്നിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ വിചിത്രമായൊരു നടപടി, ആ ശമ്പള ബിൽ വൈകി എഴുതിയാൽ മതി, അത് മറ്റ് ജീവനക്കാർക്കൊപ്പം എഴുതണ്ട എന്ന ഒരു നടപടി, അത് ആ പ്രതികാര നടപടിയുടെ ഭാഗമായിട്ട് തന്നെ സ്വീകരിച്ചതാണ് എന്നാണ് TDF ഉൾപ്പെടെയുള്ള സംഘടനകൾ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. അതിനെ അവർ ഉയർത്തിക്കാണിക്കുന്ന കാര്യം, ശമ്പളം വൈകുന്നതിനെതിരെയാണ് തങ്ങൾ സമരം ചെയ്തത്, അതിന്റെ പേരിൽ തങ്ങൾക്ക് ശമ്പളം വൈകിപ്പിക്കാനുള്ള ഒരു നീക്കം ബോധപൂർവമായിട്ട് KSRTC മാനേജ്മെന്റ് നടത്തുകയാണ് എന്നാണ് ഉയരുന്ന ആക്ഷേപം. അവിടെ ഗതാഗത മന്ത്രിയുടെ ഓഫീസ് അടക്കം ഏത് തരത്തിലായിരിക്കും ഇപ്പോൾ ഉണ്ടാകുന്ന ഈ നീക്കങ്ങളോട് പ്രതികരിക്കുക എന്നതാണ് അറിയാനുള്ളത്. ശരി, ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. കേരള സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷന്റെ പേരിൽ മെമ്മോറാണ്ടമായി തന്നെ ഈ വിവരങ്ങൾ ഇറക്കിയിട്ടുണ്ട്. അതിൽ പറയുന്നത്, ഡയസ് ലോൺ എൻട്രി വരുന്ന ജീവനക്കാരുടെ 2025 ഫെബ്രുവരി മാസത്തെ ശമ്പള ബില്ലുകൾ ബിൽ ടൈപ്പുകൾക്കനുസരിച്ച് പ്രത്യേകമായി പ്രോസസ്സ് ചെയ്യേണ്ടതും സ്പാർക്ക് സെല്ലിൽ നിന്ന് അനുമതി ലഭിക്കുന്ന മുറയ്ക്ക് മാത്രം ബില്ലുകൾ അപ്രൂവ് ചെയ്യേണ്ടതുമാണ്. മറ്റുള്ളവരുടെ ഈ സമരത്തിൽ പങ്കെടുക്കാതെ അന്ന് ഹാജരായവർക്കുള്ള ബില്ലുകൾ വേഗം തന്നെ പ്രോസസ്സ് ചെയ്യാനും ഈ മെമ്മോറാണ്ടത്തിൽ പ്രത്യേകം പറയുന്നുണ്ട്. ശമ്പളം കൃത്യസമയത്ത് നൽകണമെന്നാവശ്യപ്പെട്ട് സമരം ചെയ്തവർക്ക് ശമ്പളം വൈകി കൊടുത്താൽ മതി എന്ന നിലപാടാണ് ഇപ്പോൾ KSRTC ഈ വിഷയത്തിൽ സ്വീകരിച്ചിട്ടുള്ളത്. ഈ വിഷയത്തിൽ നമ്മൾ TDF നേതാക്കളുടെ പ്രതികരണം പ്രതീക്ഷിക്കുന്നുണ്ട്. അതിലേക്ക് നമുക്ക് പിന്നീട് വരാം. മറ്റു വാർത്തകൾ നോക്കാം. 2 ദിവസത്തെ പരിപാടികൾക്കായി തൃണമൂൽ കോൺഗ്രസ് നേതാക്കളായ മഹുവ മൊയ്ത്രയും ഡെറിക് ഒബ്രിയാനും കേരളത്തിൽ. PV അൻവർ കരിപ്പൂർ വിമാനത്താവളത്തിൽ ഇരുവരെയും സ്വീകരിച്ചു. രാവിലെ നേതാക്കൾ പാണക്കാട്ടെത്തി സാദിഖ് അലി ശിഹാബ് തങ്ങളുമായി കൂടിക്കാഴ്ച നടത്തുകയാണ്. താമരശ്ശേരി ബിഷപ്പിനെയും കാന്തപുരം അബൂബക്കർ മുസ്ലിയാരെയും നേതാക്കൾ കാണുന്നുണ്ട്. CV അനുമോദ് ചേരുന്നു വിവരങ്ങളുമായി. അനുമോദ്, മലയാളികൾക്ക് വളരെ പരിചിതരായ നേതാക്കളാണ് മഹുവ മൊയ്ത്രയും ഡെറിക് ഒബ്രയാനും ഒക്കെ. അവർ ഈ സന്ദർശിക്കുന്ന നേതാക്കൾ UDFലെ പ്രധാനപ്പെട്ട നേതാക്കളാണ്, അല്ലെങ്കിൽ
താമരശ്ശേരി ബിഷപ്പിനെ കാണുന്നുണ്ട്, കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരെ കാണുന്നുണ്ട്. അപ്പോൾ എന്താണ് ഈ നേതാക്കളുടെ കേരളത്തിലേക്കുള്ള വരവിൻ്റെ ഉദ്ദേശം? ഒരു UDF എൻട്രി തൃണമൂൽ കോൺഗ്രസിന് സാധ്യമാക്കുക എന്നൊരു ഉദ്ദേശം ഈ സന്ദർശനത്തിന് പിന്നിലുണ്ടോ? ശ്രീജ, ഇപ്പോൾ പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങളുടെ വസതിയിലാണ് മുഹമ്മദ് ഡെറക് ഒബ്രിയാനും ഒക്കെ ഉള്ളത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവരുടെ കേരള സന്ദർശനം PV അൻവറിന്റെ UDF പ്രവേശനവുമായി ബന്ധപ്പെട്ട് എങ്ങനെ പ്രതിഫലിക്കും എന്നുള്ളതാണ്. അവരുടെ പ്രധാനമായിട്ടും ഇന്നത്തെ സന്ദർശനങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങളുമായി, അതിനുശേഷം താമരശ്ശേരി അതിരൂപതയിലേക്കും അവിടുത്തെ ബിഷപ്പുമായിട്ടാണ്, അതിനുശേഷം കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുമായിട്ടാണ്. അത്തരത്തിൽ സാമുദായിക മേഖലയിലുള്ള പ്രമുഖരുമായിട്ടും അതോടൊപ്പം തന്നെ PV അൻവർ ഉയർത്തിപ്പിടിക്കുന്ന വനം വന്യജീവി പ്രശ്നങ്ങൾ അത് പ്രതിഫലിക്കാൻ കഴിയുന്ന തരത്തിലുള്ള സാഹചര്യങ്ങളിലുള്ളവരുമായിട്ടുമാണ് അവരുടെ കൂടിക്കാഴ്ച. ഇത് സ്വാഭാവികമായിട്ടും PV അൻവർ LDF വിട്ട് ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസിന്റെ ഭാഗമായിട്ട് നിൽക്കുമ്പോൾ അദ്ദേഹത്തിന് കേരളത്തിൽ UDFിലേക്ക് കടന്നു വരുവാൻ ഒരു ശക്തമായ കാരണമാക്കി അല്ലെങ്കിൽ ഒരു സാഹചര്യമാക്കി ഇതിനെ തീർക്കുകയാണ്. തനിക്ക് ദേശീയ തലത്തിലുള്ള നേതാക്കളുമായിട്ടുള്ള ബന്ധം തൃണമൂൽ കോൺഗ്രസ് കേരളത്തിലെ പ്രശ്നങ്ങളിൽ ഇടപെടുമ്പോൾ അത് LDFന് എതിരെ എങ്ങനെ ഉപയോഗിക്കാമെന്നുള്ള കാര്യത്തിൽ UDFന് ചില പ്രതീക്ഷകൾ അല്ലെങ്കിൽ ഈ തൃണമൂലിന്റെ സാന്നിധ്യം UDFന് ഗുണം ചെയ്യുന്ന തരത്തിലുള്ള ഒരു സന്ദേശം നൽകുക, അതൊക്കെയാണ് ഇപ്പോൾ PV അൻവർ ഈ ദേശീയ നേതാക്കളെ ഇവിടെ കൊണ്ടുവന്ന് അവരെ ഈ സാഹചര്യങ്ങളുമായി പരിചയപ്പെടുത്തുന്നതിലൂടെ ഉദ്ദേശിക്കുന്നത്. എന്നാണെങ്കിലും ഇപ്പോൾ കൂടിക്കാഴ്ച അവസാനിച്ച് അല്പസമയത്തിനകം ഈ നേതാക്കൾ പുറത്തു വരും, മാധ്യമങ്ങളെ കാണുമെന്നാണ് നമുക്ക് അറിയാനാകുന്നത്. ശരി, ഡെറക് ഒബ്രിയാനും മഹുവ മൊയ്ത്രയും കേരളത്തിലെത്തിയിരിക്കുന്നു. ഇപ്പോൾ പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങളുമായി കൂടിക്കാഴ്ച നടത്തുകയാണ്. താമരശ്ശേരി ബിഷപ്പിനെ കാണുന്നുണ്ട്. മഹുവ മൊയ്ത്ര സന്ദർശനത്തിന് ശേഷം പുറത്തേക്ക് വരുന്നു. അവർ മാധ്യമങ്ങളോട് സംസാരിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. Strengthen Trinamool Congress in Kerala. You see, good morning. My colleague Mahua Moitro and I are here. We played a courtesy visit here. We will have a press conference sometime later. For the moment, good morning, and we'll have more to talk about tomorrow. Not Okay? this morning, anything now? Thank you. തൽക്കാലം സംസാരിക്കുന്നില്ല, ഗുഡ് മോർണിംഗ് മാത്രം പറഞ്ഞ് മടങ്ങുകയാണ്. വിശദമായി ഈ സന്ദർശനത്തെക്കുറിച്ചുള്ള മറ്റ് കാര്യങ്ങളെല്ലാം പിന്നീട് ഒരു വാർത്താ സമ്മേളനത്തിൽ വിശദമാക്കാം. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, അതെല്ലാം ഒരു വാർത്താ സമ്മേളനത്തിൽ തന്നെ വ്യക്തമാക്കാമെന്നാണ് മഹുവ മൊയ്ത്രയും ഡെറക് ഒബ്രിയാനും പറഞ്ഞത്. PV അൻവറും അവർക്കൊപ്പമുണ്ട്. തൃണമൂലിൻ്റെ ഒരു UDF പ്രവേശനം എന്നതിലേക്കാണോ ഈ സന്ദർശനങ്ങൾ എന്നതാണ് പ്രധാനമായും സംശയങ്ങൾ ഉയരുന്നത്. സാദിഖലി ശിഹാബ് തങ്ങൾ ഒരു പക്ഷേ മാധ്യമങ്ങളെ കണ്ടേക്കും. അത് തൃണമൂൽ കോൺഗ്രസിൻ്റെ MP-മാർ അവർ കേരളത്തിൽ അവരുടെ പാർട്ടി പരിപാടികൾക്ക് വന്നതായിരുന്നു. അപ്പോൾ മലപ്പുറത്ത് വന്നപ്പോൾ പാണക്കാട് വരണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചു. ഇവിടെ വന്നു. പാണക്കാടിനെ കുറിച്ചൊക്കെ അവർ കേട്ടിട്ടുണ്ട്. അപ്പോൾ നേരിട്ട് മനസ്സിലാക്കാൻ വേണ്ടി വന്നതാണ്. പറയുമ്പോൾ സംസാരിച്ച് വേറെ രാഷ്ട്രീയ പ്രാധാന്യമുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. ഒരു ഫ്രണ്ട്ലി വിസിറ്റ് ആയിരുന്നു. തൃണമൂൽ കോൺഗ്രസ് UDFിലേക്കുള്ള മുന്നണി പ്രവേശനത്തിലുള്ള കത്തൊക്കെ കൊടുത്ത് കാത്തിരിക്കാറുണ്ട്. അപ്പോൾ അത്തരം വിഷയങ്ങളൊക്കെ തൃണമൂൽ കോൺഗ്രസ് ഓൾറെഡി ഇന്ത്യ അലയൻസിൻ്റെ ഭാഗമാണല്ലോ. ആ നിലക്ക് തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു മാറ്റം ഇപ്പോൾ ഇലക്ഷനൊക്കെ അടുക്കുമ്പോഴായിരിക്കുമല്ലോ ആ അലയൻസ് ഒന്ന് ശക്തിപ്പെടുക. കേരളത്തിലും അത്തരത്തിലുള്ള ഒരു സാധ്യത ഉണ്ടോ? അല്ല, ഇന്ത്യ അലയൻസിൻ്റെ ഭാഗമായിട്ട് തൃണമൂൽ കോൺഗ്രസ് ഞങ്ങളുടെ ഭാഗം തന്നെയാണല്ലോ. പിന്നെ ഇനിയിപ്പോൾ UDF ചർച്ച ചെയ്തിട്ട് അതിൻ്റെ ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കും. നിലവിൽ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായ തൃണമൂൽ കോൺഗ്രസ് തൃണമൂൽ MP-മാരായ മഹുവ മൊയ്ത്രയും ഡെറക് ഒബ്രിയാനും കേരളത്തിലെത്തിയപ്പോൾ
ഒരു സൗഹൃദ സന്ദർശനം എന്ന നിലയ്ക്ക് പാണക്കാട്ട് എത്തി എന്നതാണ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞത്. എന്തായാലും ഞങ്ങളത് ഒരു സെമിനാർ മഞ്ചേരിയിൽ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. സ്റ്റേറ്റ് ലെവൽ സെമിനാറാണ്. നമ്മളെ വന്യമൃഗ ശല്യവുമായി ബന്ധപ്പെട്ട 1972 കേന്ദ്ര വന നിയമത്തിൻ്റെ ഭേദഗതികളെക്കുറിച്ചുള്ള സെമിനാറാണ്. അതോടൊപ്പം തന്നെ നമ്മൾ രാജ്യം നേരിടുന്ന ഭരണഘടന എന്താ പറയുക ഫാസിസവുമായി ഈ 2 സബ്ജക്റ്റാണ് നാളെ ഉള്ളത്. അതിന് വേണ്ടിയിട്ടാണ് ബഹുമാനപ്പെട്ട ലീഡേഴ്സ് വന്നിട്ടുള്ളത്. ഉച്ചയ്ക്ക് ശേഷം 3 മണിക്ക് ഞങ്ങളുടെ പാർട്ടിയുടെ ലീഡേഴ്സ് മീറ്റ് നടക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ബംഗാളിൽ നിന്ന് അവർക്ക് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ കുറിച്ച് വളരെ കൃത്യമായിട്ട് അറിയാം. പാർലമെൻറ്റ് മെമ്പർ ആയിട്ടുള്ള ഇ.ടി. മുഹമ്മദ് ബഷീർ സാഹിബ് ആയാലും പി.വി. അബ്ദുൽ വഹാബ് MP ആയാലും ഇവരൊക്കെയായിട്ട് നല്ല ഫ്രണ്ട്ഷിപ്പുള്ളതാണ്. അപ്പോൾ പാണക്കാട് കുടുംബത്തിനെ കുറിച്ച് അറിയുന്നതുകൊണ്ട് ആദ്യം തന്നെ അതൊരു ഹിസ്റ്റോറിക്കൽ പ്ലേസാണ്, നമുക്കവിടെ പോകണമെന്ന് അവരാവശ്യപ്പെട്ടതാണ്. ആ രീതിയിൽ വന്നു. ദേശീയ രാഷ്ട്രീയത്തെക്കുറിച്ച് ഇന്നത്തെ അവസ്ഥയെക്കുറിച്ചുള്ള ഒരു ജനറൽ ഡിസ്കഷൻ, ഒരു ഫ്രണ്ട്ലി ഡിസ്കഷൻ ഇത്രയും ഉണ്ടായിട്ടുള്ളൂ. ഓക്കെ. PV അൻവർ കൂടിക്കാഴ്ചയെക്കുറിച്ച് വിശദീകരിക്കുകയായിരുന്നു. എന്തായാലും നാളെ വിശദമായൊരു വാർത്താ സമ്മേളനം തന്നെ നടത്താമെന്നാണ് ഇരുവരും പറഞ്ഞിട്ടുള്ളത്. താമരശ്ശേരി ബിഷപ്പിനെ കാണുന്നുണ്ട്, കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുമായി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. ഒരു മഞ്ചേരിയിൽ ഒരു സെമിനാറിന്, നാഷണൽ സെമിനാറിൻ്റെ ഭാഗമായി എത്തിയതാണ് ഇരുവരുമെന്നാണ് PV അൻവർ വിശദീകരിക്കുന്നത്. ഇപ്പോൾ സെക്രട്ടേറിയറ്റ് നടയിൽ സമരം ചെയ്യുന്ന ആശാ വർക്കർമാരുടെ സമരപ്പന്തലിലേക്ക് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല എത്തിയിരിക്കുന്നു. ആശാ വർക്കർമാരുടെ സമരത്തിന് വിവിധ കോണുകളിൽ നിന്ന് പിന്തുണ ഏറി വരികയാണ്. കഴിഞ്ഞ ദിവസം KPCC പ്രസിഡന്റ് K. സുധാകരൻ ഉൾപ്പെടെയുള്ളവർ സമരപ്പന്തലിലേക്ക് എത്തിയിരുന്നു. ഇപ്പോൾ ഇതാ കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല സമരത്തിന്റെ തുടക്കത്തിൽ വന്നിരുന്നു. ഇപ്പോൾ അദ്ദേഹം വീണ്ടും എത്തുകയാണ്. സമരം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് ആശാ വർക്കർമാരുടെ തീരുമാനം. മറ്റു വാർത്തകളിലേക്ക് എത്താം ഇടവേളയ്ക്ക് ശേഷം. ചാനൽ ചർച്ചയിൽ നടത്തിയ വിദ്വേഷ പരാമർശത്തിൽ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയ സാഹചര്യത്തിൽ PC ജോർജിന്റെ അറസ്റ്റിന് സാധ്യതയേറുന്നു. ഹൈക്കോടതി ഉത്തരവ് പരിഗണിച്ച് തുടർ തീരുമാനമെടുക്കാനാണ് പോലീസ് ആലോചിക്കുന്നത്. സുപ്രീം കോടതിയെ സമീപിക്കുന്ന കാര്യത്തിൽ BJP നേതൃത്വവുമായി ആലോചിച്ച് ജോർജ് തിങ്കളാഴ്ച തീരുമാനമെടുക്കും. വിവരങ്ങളുമായി G. ശ്രീജിത്ത് ചേരുന്നു കോട്ടയത്ത് നിന്ന്. ശ്രീജിത്ത്, മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയിട്ടുണ്ട്. വളരെ രൂക്ഷമായ വിമർശനങ്ങളാണ് ഹൈക്കോടതി ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയത്. ഈ സാഹചര്യത്തിൽ സുപ്രീം കോടതിയിൽ പോയാലും, പ്രത്യേകിച്ച് സമാനമായ 2 കേസുകളിൽ ജാമ്യത്തിലുള്ള ഒരാൾ ജാമ്യ വ്യവസ്ഥയും ലംഘിച്ചു കഴിഞ്ഞു. അങ്ങനെയെങ്കിൽ സുപ്രീം കോടതിയിൽ പോയിട്ട് വല്ല കാര്യവും ഉണ്ടാവുമോ? പോലീസ് എന്താണ് ഇപ്പോൾ പോലീസിന്റെ ഒരു നിലപാട്? തീർച്ചയായും സുപ്രീം കോടതിയിൽ പോകുന്നതിനെക്കുറിച്ചുള്ള ആലോചനകൾ നടക്കുന്നുണ്ട്. പക്ഷേ അതിൽ അന്തിമമായൊരു വ്യക്തത വന്നിട്ടില്ല. തീർച്ചയായും പല കേസുകളിലും
സുപ്രീം കോടതിയിൽ പോകുമ്പോൾ മുൻകൂർ ജാമ്യാപേക്ഷയൊക്കെ പരിഗണിച്ചുകൊണ്ട് ജാമ്യം അനുവദിക്കാറുണ്ട്, സിദ്ദിഖിൻ്റെ കേസ് പോലുള്ള കേസുകൾ. പക്ഷേ നേരത്തെ ശ്രീജ പറഞ്ഞതുപോലുള്ള ചില സാഹചര്യങ്ങൾ ഇവിടെയുണ്ട്. 2 കേസുകളിലെ ജാമ്യവ്യവസ്ഥ, സമാനമായ സ്വഭാവമുള്ള കേസുകളിലെ ജാമ്യവ്യവസ്ഥ ലംഘിച്ച ആളാണ് PC ജോർജ്. ആ ഒരു സാഹചര്യം അവിടെ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള ആശങ്കകളുണ്ട് സുപ്രീം കോടതിയിൽ പോകണോ വേണ്ടോ എന്ന കാര്യത്തിൽ. എന്തായാലും നേതൃത്വവുമായി ആലോചിച്ച് തിങ്കളാഴ്ചയോടുകൂടി ഇക്കാര്യത്തിലൊരു അന്തിമമായ വ്യക്തത വരുത്തുമെന്നാണ് ഷോൺ ജോർജ് ഉൾപ്പെടെയുള്ള അദ്ദേഹത്തിനൊപ്പമുള്ള നേതാക്കളൊക്കെ പ്രതികരിക്കുന്നത്. എന്തായാലും പോലീസും ഒരു പൊളിറ്റിക്കൽ ഡിസിഷന് വേണ്ടി കാത്തിരിക്കുന്നു. രാഷ്ട്രീയ തീരുമാനം കൂടി വേണ്ടതുണ്ട്. ഒരു രാഷ്ട്രീയ നേതാവാണ്. നേരത്തെയൊക്കെ PC ജോർജിനെ അറസ്റ്റ് ചെയ്ത് തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോയത് അദ്ദേഹത്തിന് തന്നെ രാഷ്ട്രീയമായി നേട്ടമുണ്ടാക്കാൻ, ഒരു ഇരവാദം ഉണ്ടാക്കാനൊക്കെ ഗുണമായി മാറി എന്ന വിലയിരുത്തൽ നേരത്തെ തന്നെ ഉയർന്നു വന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിലും ജോർജിനെ വളരെ പെട്ടെന്ന് കയറി അറസ്റ്റ് ചെയ്യുക, അത്തരം നടപടികളിലേക്ക് പോകണോ എന്ന കാര്യത്തിൽ പലതരത്തിലുള്ള ആലോചനകളും CPM-ലും നടന്നു വരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തീർച്ചയായും ഒന്നുള്ളത്, ഒരുപക്ഷെ തിങ്കളാഴ്ച മറ്റേ നോട്ടീസ് നൽകുകയും ഏതെങ്കിലും ദിവസം വിളിച്ചു വരുത്തിയ ശേഷം ചോദ്യം ചെയ്ത ശേഷം അറസ്റ്റ് രേഖപ്പെടുത്താനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. നേരത്തെയൊക്കെ ഉണ്ടായതുപോലെ പുലർച്ചെ വന്ന് വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു സ്ഥിതിവിശേഷത്തിന് സാധ്യത കുറവാണ് എന്ന സൂചനകളും പോലീസിൽ നിന്ന് വരുന്നുണ്ട്. എന്തായാലും ഇതിലൊക്കെ ഒരു അവ്യക്തതകളുണ്ട്. അന്തിമമായ തീരുമാനമൊന്നും വന്നിട്ടില്ല. നേരത്തെ പറഞ്ഞ പോലെ രാഷ്ട്രീയ തീരുമാനമാണ് ഇതിൽ പ്രധാനപ്പെട്ടത്. അതിനുവേണ്ടി കൂടി പോലീസ് കാത്തിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി അഥവാ ഒരുപക്ഷെ സുപ്രീം കോടതിയിലേക്ക് ജോർജ് പോയാൽ ഒരുപക്ഷെ പോലീസ് വീണ്ടും കാത്തിരിക്കാനുള്ള സാധ്യതയുമുണ്ട്. എന്തായാലും ഇത് സംബന്ധിച്ച് ഒരു അവ്യക്തതകൾ തുടരുകയാണ്. എപ്പോൾ എന്ത് നടപടി എന്നുള്ളത് തീർച്ചയായും കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും. ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത് കോട്ടയത്ത് നിന്ന്. ഇടുക്കി പന്നിയാർകുട്ടിയിൽ വാഹനം കൊക്കയിലേക്ക് മറിഞ്ഞ് 3 മരണം. ദമ്പതികളായ ബോസ്, റീന, ഇവരുടെ ബന്ധു എബ്രഹാം എന്നിവരാണ് മരിച്ചത്. നിയന്ത്രണം നഷ്ടപ്പെട്ട വാഹനം കൊക്കയിലേക്ക് മറിയുകയായിരുന്നു. വിവരങ്ങളുമായി പ്രിൻസ് P. ജെയിംസ് ചേരുന്നു. പ്രിൻസ്, ഒളിമ്പ്യൻ KM ബീന മോളുടെ സഹോദരി ഭർത്താവും അടുത്ത ബന്ധുവുമാണ് മരിച്ചതെന്ന് അറിയുന്നു. ഈ അപകടത്തെ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ, എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത്? ഇതൊരു സ്ഥിരം അപകട മേഖലയാണോ? അത്തരം വിവരങ്ങളൊക്കെ ലഭ്യമായോ? കഴിഞ്ഞ രാത്രി ഏകദേശം 10 മണിയോടെയാണ് ഈ അപകടം നടക്കുന്നത്. റീനയും ഭർത്താവ് ബോസും ബന്ധുവായ അബ്രഹാമിന്റെ വീട്ടിലെത്തിയതായിരുന്നു. ഇവർ തിരികെ ഇവരുടെ വീട്ടിലേക്ക് കൊണ്ടുവിടുന്നതിനിടെയാണ് അപകടം നടന്നത്. പന്നിയാർകുട്ടിക്ക് സമീപത്തുള്ള കൊടുമുളവിലും കുത്തനെയുള്ള ഇറക്കമുള്ള ഭാഗത്ത് വെച്ച് നിയന്ത്രണം നഷ്ടപ്പെട്ട് വാഹനം കൊക്കയിലേക്ക് മറിയുകയായിരുന്നു. ഈ റോഡിന്റെ ചെറിയൊരു പാതയാണ്, ഇടുങ്ങിയൊരു പാതയാണ്. ഈ റോഡിന്റെ സമീപത്ത് കൂടി കുടിവെള്ള വിതരണത്തിനായി പൈപ്പുകൾ ഇട്ടിട്ടുണ്ട്. ഈ പൈപ്പുകൾ മണ്ണിട്ട് മൂടിയിരുന്നില്ല. ഈ പൈപ്പിൽ കയറി ടയർ തെന്നി മാറി കൊക്കയിലേക്ക് മറിയുകയാണെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്ന നാട്ടുകാർക്കത്തിലാണ് പറയുന്നത്. ഈ തുടർന്ന് ഈ കൊക്കയിലേക്ക് മറിഞ്ഞ വാഹനം പാറക്കെട്ടുകളിലും മരങ്ങളിലും ഒക്കെ ഇടിച്ച് താഴേക്ക് പതിക്കുകയായിരുന്നു. ഇതിനൊപ്പം വാഹനത്തിനൊപ്പം ഉരുണ്ട് താഴേക്ക് വീണ ഒരു പാറക്കെട്ടിന്റെ അടിയിലായിട്ടാണ് റീന കിടന്നത്. റീനയെ ഉടൻ തന്നെ ഈ സംഭവം ശബ്ദം കേട്ടു ഉടൻ തന്നെ നാട്ടുകാർ ഓടിയെത്തി. പക്ഷേ രക്ഷാപ്രവർത്തനം അല്പം ദുഷ്കരമാണെങ്കിൽ തന്നെയും നാട്ടുകാർ ഉടൻ തന്നെ രക്ഷാപ്രവർത്തനം നടത്തുകയുണ്ടായത്. എന്നാൽ പോലും റീനയും ബോസും ഈ സംഭവ സ്ഥലത്ത് തന്നെ മരണപ്പെട്ടു. തുടർന്ന് എബ്രഹാമിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിനായുള്ള ശ്രമങ്ങൾ ആരംഭിച്ചെങ്കിൽ പോലും ICU ആംബുലൻസ് ഉടൻ തന്നെ ലഭ്യമാകാത്തത് ഏകദേശം 1 മണിക്കൂറോളം ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിനായി, തുടർന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി എറണാകുളത്തേക്ക് കൊണ്ടുപോകുന്നതിനും താമസമുണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. തുടർന്ന് ഈ ഉള്ള യാത്രയിലേക്ക് വഴിവെച്ച് എബ്രാഹിം മരണപ്പെടുകയായിരുന്നു. എന്തായാലും 3 പേരും മരണപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. പ്രിൻസ് P. ജെയിംസ് ആണ് വിവരങ്ങൾ നൽകിയത് ഇടുക്കിയിൽ നിന്ന്. കേരള സർവകലാശാലയിൽ ഇന്ന് നിർണായകമായ സിൻഡിക്കേറ്റ് യോഗം നടക്കും. രജിസ്ട്രാറെ തീരുമാനിക്കാൻ ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാണ് സിൻഡിക്കേറ്റ് യോഗം ചേരുന്നത്. നിലവിലെ രജിസ്ട്രാർ ഡോക്ടർ KS അനിൽകുമാറിന് പുനർനിയമനം നൽകാനുള്ള നീക്കവും നടക്കുന്നുണ്ട്. വൈസ് ചാൻസലർ മോഹനൻ കുന്നുമ്മൽ സിൻഡിക്കേറ്റ് യോഗം വിളിക്കാത്തതിൽ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. ഇടത് അംഗങ്ങൾ നൽകിയ ഹർജിയിലാണ് യോഗം വിളിക്കാൻ കോടതി നിർദ്ദേശിച്ചത്. ചോദ്യപേപ്പർ ചോർച്ച കേസിൽ MS സൊല്യൂഷൻ CEO M. ഷുഹൈബ് ഇന്ന് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകും. ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് ഷുഹൈബ് ക്രൈംബ്രാഞ്ചിന് മുന്നിൽ ഹാജരാകുന്നത്. ചോദ്യം ചെയ്യലിന് ശേഷം കോടതിയിൽ ക്രൈംബ്രാഞ്ച് 25-ന് റിപ്പോർട്ട് നൽകണമെന്നും അതുവരെ ഷുഹൈബിനെ അറസ്റ്റ് ചെയ്യരുതെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. ഷുഹൈബ് പറഞ്ഞതനുസരിച്ചാണ് ചോദ്യപേപ്പറുകൾ തയ്യാറാക്കിയതെന്നാണ് നേരത്തെ അറസ്റ്റിലായ മറ്റു പ്രതികൾ നൽകിയ മൊഴി. അതിനാൽ ഷുഹൈബിനെ കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്യണം എന്ന നിലപാടിലാണ് ക്രൈംബ്രാഞ്ച് ഉള്ളത്.
കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഇന്ന് കേരളത്തിൽ. IIIT കോട്ടയത്തിന്റെ 6ാമത് ബിരുദദാന ചടങ്ങിൽ നിർമ്മല സീതാരാമൻ പങ്കെടുക്കും. ഈ വർഷം 217 ബിടെക് ബിരുദധാരികൾക്കും 55 എംടെക് ബിരുദധാരികൾക്കും 5 PhD സ്കോളർമാർക്കും ബിടെക് MS സ്കോളർമാർക്കും ബിരുദങ്ങൾ സമ്മാനിക്കും. വൈകിട്ട് 4:30 ആരംഭിക്കുന്ന ചടങ്ങിൽ IIIT കോട്ടയം ചെയർപേഴ്സൺ ഡോക്ടർ വിജയലക്ഷ്മി ദേശ്മാനെ അധ്യക്ഷത വഹിക്കും. കോവിഡ് കാലത്ത് സർക്കാർ മുൻകൈയെടുത്ത തിരുവനന്തപുരം വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പ്രവർത്തനം ഇതുവരെയും തുടങ്ങാത്തതിനെതിരെ പ്രതിഷേധം ശക്തമാവുന്നു. സാധാരണക്കാരായ രോഗികൾക്ക് മിതമായ നിരക്കിൽ സങ്കീർണമായ പരിശോധനകളടക്കം ലഭ്യമാക്കുന്നതിനുള്ള അവസരം നിഷേധിക്കപ്പെടുന്നു എന്നാണ് ആക്ഷേപം. കേരള ഹെൽത്ത് റിസർച്ച് വെൽഫെയർ സൊസൈറ്റിക്ക് കീഴിൽ അഡ്വാൻസ്ഡ് ക്ലിനിക്കൽ റിസർച്ച് അഥവാ ACR ലാബിനു വേണ്ടി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഡീലക്സ് പേവാർഡിൻ്റെ ഒരു നില ഇങ്ങനെ രൂപമാറ്റം വരുത്തിയിട്ട് വർഷം 2 കഴിഞ്ഞു. വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് ആരംഭിക്കുന്നതിൻ്റെ ഭാഗമായി 6 മുറികളിലാണ് സജ്ജീകരണങ്ങൾ ഒരുക്കിയത്. പക്ഷേ പരിശോധനകൾക്ക് ആവശ്യമായ ആധുനിക മെഷീനുകൾ സ്ഥാപിക്കുന്ന കാര്യത്തിൽ മാത്രം ഇപ്പോഴും നടപടികളൊന്നുമില്ല. 36 ലക്ഷം രൂപ മുതൽ മുടക്കിൽ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കിയ മുറികൾ നിലവിൽ ഉപയോഗിക്കുന്നതാകട്ടെ ആശുപത്രി ആവശ്യങ്ങൾക്കുള്ള ഗോഡൌണായും. പോളിമർ ചെയിൻ റിയാക്ഷൻ ടെസ്റ്റ്, മോളിക്യുലർ ബയോളജി ടെസ്റ്റ്, സങ്കീർണമായ മറ്റ് രക്തപരിശോധനകൾ തുടങ്ങിയവയിലൂടെ വൈറസുകളുടെ സാന്നിധ്യം കണ്ടെത്തുന്നതിന് സ്വകാര്യ ലാബുകൾക്ക് നിലവിൽ നൽകേണ്ടി വരുന്നത് 2,500 മുതൽ 10,000 രൂപ വരെയാണ്. അതേസമയം വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് യാഥാർത്ഥ്യമായാൽ സങ്കീർണമായ പരിശോധനകൾക്കുള്ള ചെലവ് നേർപകുതിയായി കുറയുമെന്നതാണ് വസ്തുത. മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് സമീപത്തുള്ള സ്വകാര്യ ലാബുകളെ സഹായിക്കുന്നതിന് വേണ്ടിയാണ് ACR ലാബിൻ്റെ പ്രവർത്തനം തുടങ്ങാത്തതെന്ന വിമർശനമാണ് ഉയരുന്നത്. തിരുവനന്തപുരം KHRWസിൻ്റെ കീഴിലുള്ള മെഡിക്കൽ കോളേജിൽ അടഞ്ഞുകിടക്കുന്ന വൈറോളജി ലാബ് 2 വർഷത്തിലധികമായി അത് പൂട്ടിക്കിടക്കുകയാണ്. ഇതിനെതിരെ മാനേജ്മെൻറ്റ് അത് തുറക്കാനുള്ള നടപടി ഒന്നും സ്വീകരിക്കുന്നില്ല. ഇത് പ്രൈവറ്റ് ലാബുകളെ സഹായിക്കാൻ എന്ന് യൂണിയൻ സംശയിക്കുന്നു. ഇത് മാനേജ്മെൻറ്റല്ല, ഗവൺമെൻറ് അടിയന്തരമായും ഈ കാര്യത്തിൽ ഇടപെട്ട് പൊതുജനങ്ങൾക്ക് അത് തുറന്നു കൊടുക്കാനുള്ള സംവിധാനം എത്രയും വേഗം നടത്തണമെന്നും, ഇല്ലാത്ത പക്ഷം KHRW സ്റ്റാഫ് യൂണിയൻ INTUC ഇതിനെതിരെ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ട് പോകുമെന്ന് അറിയിക്കുന്നു. വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടി 20 കോടി രൂപയാണ് കഴിഞ്ഞ ബജറ്റിൽ ധനമന്ത്രി അനുവദിച്ചിരിക്കുന്നത്. ഉദ്യോഗസ്ഥരുടെ കെടുകാര്യസ്ഥത മൂലം സ്ഥാപനം പ്രവർത്തന സജ്ജമാകുന്നത് ഇനിയും വൈകിയാൽ പ്രതിഷേധം കടുപ്പിക്കുമെന്നാണ് KHRW സ്റ്റാഫ് യൂണിയന്റെ മുന്നറിയിപ്പ്. ഡാൻ കുര്യൻ, ന്യൂസ് 18, തിരുവനന്തപുരം. തിരുവനന്തപുരം കല്ലാറിൽ ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങി. വിതുര കല്ലാറിൽ ഇന്ന് വെളുപ്പിനെയാണ് കാട്ടാന ഇറങ്ങിയത്. സർക്കാർ LP സ്കൂളിന്റെ മതിൽ തകർത്തു. കോമ്പൗണ്ടിൽ നിന്ന് തെങ്ങും ആന തള്ളിയിട്ടു. തിരുവനന്തപുരം വിതുര കല്ലാറിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. കല്ലാർ LP സ്കൂളിന്റെ മതിൽ തകർത്ത കാട്ടാന ഒരു തെങ്ങും കൂടി തള്ളിയിട്ടു. അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. അതിരപ്പള്ളിയിലെ കൊമ്പന്റെ തലച്ചോറിൽ അണുബാധയേറ്റിരുന്നുവെന്ന് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. മസ്തകത്തിലും തുമ്പിക്കൈയിലും പുഴുവരിച്ചിരുന്നു. മസ്തകത്തിലേത് 65 സെന്റിമീറ്റർ വീതിയും 1.5 അടി ആഴത്തിലുമുള്ള മുറിവായിരുന്നു. ആനകൾ തമ്മിൽ കൊമ്പ് കോർത്തതിനെ തുടർന്നുണ്ടായ മുറിവ് തന്നെയാണെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു. മലപ്പുറം കുറ്റിപ്പുറം കാങ്കക്കടവ് റെഗുലേറ്റർ കം ബ്രിഡ്ജ് മേഖലയിൽ നിന്നും മണലെടുക്കാനുള്ള നീക്കത്തിൽ പ്രതിഷേധത്തിനൊരുങ്ങുകയാണ് UDF. എന്നാൽ വസ്തുതകൾ വളച്ചൊടിച്ചാണ് UDFന്റെ പ്രചാരണമെന്നും മണൽ ഖനനം റെഗുലേറ്റർ കം ബ്രിഡ്ജിന്റെ നിർമ്മാണത്തിന്റെ ഭാഗമാണെന്നുമാണ് ഇടതുപക്ഷത്തിന്റെ വാദം. ഇത് എടുത്തു കഴിഞ്ഞാൽ എന്താ വരാൻ പോകുന്ന ഭവിഷ്യത്ത് എന്നോ അല്ലെങ്കിൽ കുടിവെള്ളത്തിൻ്റെ അവസ്ഥ എന്താവുന്നോ ഒന്നും നമുക്കറിയാൻ പറ്റാത്തൊരു കണ്ടീഷനിലാണ് ഈ പ്രദേശത്തുള്ള ആളുകളൊക്കെ നിൽക്കുന്നത്. മണൽ കാണുന്നില്ല, ചെളിമണ്ണാണ് കാണുന്നത്. വിശാലമായിട്ട് മണൽ കുറച്ച് അപ്പുറത്തേക്കൊക്കെ കാണുന്നുണ്ട്. ഇതിൽ സർക്കാരിൻ്റെ കണ്ണ് സ്വകാര്യ കമ്പനികൾക്ക് ഉള്ള മണൽ മറിച്ചു വിറ്റ് കോടികൾ കൊയ്യുക എന്നുള്ളതാണ്. ഇവിടെ നിന്ന് 3 മീറ്ററും കൂടെ മണലെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളത്തിൻ്റെ ലെവൽ വീണ്ടും താഴെയാണ്.
അപ്പോൾ ഈ പരിസര പ്രദേശങ്ങൾ 17-ാം വാർഡും 18-ാം വാർഡും ഉൾക്കൊള്ളുന്ന കുറ്റിപ്പുറത്തിൻ്റെ 17-ാം വാർഡും 18-ാം വാർഡും ഉൾക്കൊള്ളുന്ന പ്രദേശത്ത് ഒരു കാരണവശാലും വെള്ളം കിട്ടില്ല. നിർമ്മാണത്തിലിരിക്കുന്ന കാങ്കക്കടവ് റെഗുലേറ്റർ കം ബ്രിഡ്ജിന്റെ ഭാഗമായുള്ള പുഴയോരത്തു നിന്നും മണലെടുക്കുന്നതിനെതിരെ UDF മുന്നോട്ട് വയ്ക്കുന്ന വാദഗതികളാണ് ഇതെല്ലാം. എന്നാൽ ഇതൊക്കെ പൂർണ്ണമായും ശരിയല്ലെന്നാണ് ഇടതുപക്ഷത്തിന്റെ പ്രതികരണം. നിർദ്ദിഷ്ട റെഗുലേറ്ററിന്റെ 1 കിലോമീറ്റർ ദൂരം കിഴക്കുഭാഗത്തും 1/2 കിലോമീറ്റർ ദൂരം പടിഞ്ഞാറ് ഭാഗത്തുമാണ് മണലെടുക്കാനുള്ള നിർദ്ദേശം. 1.5 മുതൽ 2 മീറ്റർ വരെ ഉയരത്തിലും 404 മീറ്റർ വീതിയിലും അടിഞ്ഞുകൂടിയ മണലാണ് നീക്കം ചെയ്യേണ്ടി വരുന്നത്. ഇത് റെഗുലേറ്ററിൽ വെള്ളം സംഭരിക്കുന്നതിന് അനിവാര്യമാണ്. റെഗുലേറ്ററിൽ വെള്ളം സംഭരിക്കുമ്പോൾ പ്രദേശത്ത് എങ്ങനെ ജലക്ഷാമം ഉണ്ടാകുമെന്നും ഇവർ ചോദിക്കുന്നു. കുടിവെള്ളക്ഷാമം ഒരിക്കലും ഉണ്ടാവില്ലല്ലോ. കുടിവെള്ളക്ഷാമവും പിന്നെ ഇറിഗേഷൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ ഒരിക്കലും ആണല്ലോ പ്രോജക്റ്റിൻ്റെ ലക്ഷ്യം. അപ്പോൾ അതിനാവശ്യമായ വെള്ളം ലഭ്യമാക്കലാണ്. അങ്ങനെ ലഭ്യമാക്കണമെന്നുണ്ടെങ്കിൽ മണൽ നീക്കണം. മണൽ നീക്കാതെ നിന്നിട്ടുണ്ടെങ്കിൽ ഒരിക്കലും എന്താവില്ല, പ്രോജക്റ്റ് വിജയിക്കില്ല. മണൽ അങ്ങനെ ഉയരത്തിൽ കെട്ടിക്കിടന്നാൽ പിന്നെ ഇവിടെ വെള്ളം സംഭരിക്കുന്നത്. ഞാൻ പറയുന്നത് പുഴയിലെ ഒഴുക്കിനെ തടയാൻ കഴിയില്ല. പൂർണ്ണമായും പുഴയിൽ ഒഴുകി വരുന്ന വെള്ളം മുഴുവൻ കുറ്റിപ്പുറത്ത് അടഞ്ഞു നിർത്താൻ കഴിയില്ല. ഒഴുകി പോകണം. അപ്പോൾ ഒഴുകി പോകുമ്പോൾ ഇവിടെ ഒരു നിശ്ചിത അളവിൽ വെള്ളം സംഭരിച്ച് നിർത്തണം. ആ സംഭരിച്ച് നിർത്തണമെങ്കിൽ അതിനുള്ള സ്പേസ് ഉണ്ടാക്കണ്ടേ? അനുവദിച്ച ദൂരപരിധിക്ക് അപ്പുറത്ത് മണൽ ഖനനം നടത്താൻ അനുവദിക്കില്ല. മേഖലയിൽ മുൻപ് മണലെടുക്കാൻ അനുവാദമുണ്ടായിരുന്ന തൊഴിലാളികൾ ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾ അനുഭാവപൂർവ്വം പരിഗണിക്കേണ്ടതാണ്. വസ്തുതകൾ മറച്ചുവെച്ചുള്ള രാഷ്ട്രീയ പ്രതിഷേധങ്ങൾക്കെതിരെ പ്രചരണം തുടങ്ങാനും ഇടതുപക്ഷം ആലോചിക്കുന്നുണ്ട്. നിക്ഷിപ്ത താല്പര്യം വെച്ചിട്ട് എതിർക്കുന്ന കുറേ ആളുകളുണ്ട്. രാഷ്ട്രീയമായിട്ട് എല്ലാറ്റിനും എതിർക്കുക എന്നുള്ളത് അത് കുറ്റിപ്പുറത്തെ ജനങ്ങളോട് ചെയ്യുന്ന വെല്ലുവിളിയായിട്ട് തന്നെ കാണേണ്ടി വരും. അത് എത്രത്തോളം അവർ മുന്നോട്ട് കൊണ്ടുപോകുന്നത് മുന്നോട്ട് കൊണ്ടുപോകരുതെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. പക്ഷേ അത് അവർ മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ കുറ്റിപ്പുറത്തെ ജനങ്ങളുടെ വികസന പ്രവർത്തനങ്ങളെ തടയുന്ന പ്രവർത്തനമാണ് എന്ന് കണ്ട് അതിനെ രാഷ്ട്രീയമായി ആശയപരമായി വലിയ ക്യാമ്പയിനുകളിലൂടെ നേരിടാൻ തന്നെയാണ് CPM ശ്രമിക്കുക. ആ രീതിയിൽ അതിനെ മറികടക്കാൻ വേണ്ടി കഴിയും എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഈ വർഷം അവസാനത്തോടെ പ്രവർത്തനം തുടങ്ങാൻ കഴിയുന്ന തരത്തിലാണ് കാങ്കക്കടവ് റെഗുലേറ്റർ കം ബ്രിഡ്ജിന്റെ നിർമ്മാണം പുരോഗമിക്കുന്നത്. സർക്കാർ നിർദ്ദേശപ്രകാരമുള്ള മണലെടുപ്പ് റെഗുലേറ്ററിന്റെ നിർമ്മാണം അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോഴേക്കും തുടങ്ങുമെന്നാണ് സൂചന. ന്യൂസ് 18 മലപ്പുറം. ഇൻവെസ്റ്റ് കേരള ആഗോള ഉച്ചകോടിയിൽ വമ്പൻ പ്രഖ്യാപനങ്ങൾ കാത്തിരിക്കുകയാണ് കേരളം. ഇന്നാണ് ഉച്ചകോടി സമാപിക്കുന്നത്. പ്രഖ്യാപനങ്ങളെക്കുറിച്ച് പദ്ധതികളെക്കുറിച്ച് ഒരു സമഗ്രമായ പ്രഖ്യാപനം ഇന്ന് വൈകിട്ടുണ്ടാവും. അദാനി, ലുലു, ആസ്റ്റർ ഗ്രൂപ്പുകൾ നിക്ഷേപം നടത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. 5 വർഷത്തിനിടെ 30,000 കോടി രൂപയുടെ നിക്ഷേപം നടത്തുമെന്നാണ് അദാനി ഗ്രൂപ്പിന്റെ പ്രഖ്യാപനം. UAEയും ബഹ്റൈനും വ്യാപാര പങ്കാളിത്തത്തിനും ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഈ സമ്മിറ്റിൽ പങ്കെടുക്കുന്ന ചാണ്ടി ഉമ്മൻ ഇന്ന് രാവിലെ ന്യൂസ് 18 മോർണിംഗ് ഷോയിൽ അതിഥിയായി എത്തിയിരുന്നു. ഏത് പാർട്ടി ഭരിച്ചാലും വികസനം വേണമെന്നാണ് തന്റെ പക്ഷമെന്ന് ചാണ്ടി ഉമ്മൻ പറഞ്ഞു. നമുക്കിനി വേണ്ടത് ആര് ഭരിച്ചാലും ഏത് പാർട്ടി വന്നാലും വികസനമാണ്. കാരണം നമ്മുടെ ആളുകൾ നാട് വിട്ടു പോവുക, എന്നിട്ട് ലോകം മാറ്റിമറിക്കുക, ലോകത്ത് മാറ്റങ്ങൾ കൊണ്ടുവരിക. കേരളത്തിൽ അതേ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിവുള്ള ചെറുപ്പക്കാരും ആൾക്കാരുമാണ് ഉള്ളത്. അതുകൊണ്ട് ഇനി അതിന് പഴയ കാര്യങ്ങളിലേക്ക് പോവുകയോ പഴയ എന്തുകൊണ്ട് അങ്ങനെ നടന്നു ഇങ്ങനെ നടന്നു എന്ന് ഞങ്ങൾ ചോദിക്കുന്നില്ല. പക്ഷേ വികസനം ഉണ്ടാകണം. അതാണ് പ്രതിപക്ഷ നേതാവ് കൃത്യമായി അദ്ദേഹത്തിൻ്റെ പുറത്തുള്ള സമ്മർദ്ദത്തെക്കുറിച്ചും അങ്ങനെ ഒരു സമ്മർദ്ദം അദ്ദേഹം അത് ഏറ്റെടുക്കാത്തതിനെക്കുറിച്ചൊക്കെ അദ്ദേഹം കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തെ സംബന്ധിച്ച് വികസനമാണ്, കേരളത്തിൻ്റെ വികസനമാണ് നമ്പർ 1 പ്രയോറിറ്റി. അത് തന്നെയാണ് നമ്മുടെ ഓരോരുത്തരുടെയും പ്രയോറിറ്റി. കാരണം വികസനമില്ലെങ്കിൽ നമ്മുടെ നാട് പുറകോട്ട് പിന്നെയും പൊയ്ക്കൊണ്ടിരിക്കും. ഏത് ഗവൺമെൻറ് ആണെങ്കിലും ശരി, ഇവിടെ വികസനം ഉണ്ടാവണം, മാറ്റം ഉണ്ടാവണം. നമ്മളതിനെ സർവ്വ മനസ്സോടെ സ്വാഗതം ചെയ്യും. മറ്റു വാർത്തകളിലേക്ക് വരാം ഇടവേളയ്ക്ക് ശേഷം. ഇടവേളയിലേക്ക് പോകും മുൻപ് ഡാനി പോൾ ഈ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. ഡാനി, സോറി, ഇന്നിപ്പോൾ ഈ സമ്മിറ്റിൻ്റെ 2ാമത്തെ ദിവസമാണ്. ഇന്നായിരിക്കും ഒരു പക്ഷേ ലുലുവിൻ്റേത് ഉൾപ്പെടെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുന്നത്. ഏവരും കാത്തിരിക്കുന്നത് ഈ സമ്മേളനത്തിൻ്റെ സമാപന സമ്മേളനത്തിൽ ഏതൊക്കെ പദ്ധതികൾ വരാൻ പോകുന്നു എന്ന കൃത്യമായ പ്രഖ്യാപനത്തിലേക്കാണ്. ഇന്ന് എന്തൊക്കെയാണ് അവിടെ നടക്കാനുള്ള പ്രധാന ഇവൻറ്റുകൾ എന്തൊക്കെയാണ്? ശ്രീജ, ഇത് കഴിഞ്ഞ ദിവസത്തെ ഈ ചർച്ചകളുടെ സെഷനുകളുടെ ഒരു തുടർച്ചയാണ്. ഇന്ന് 2ാം ദിനം, ഇത് സമാപന ദിവസമാണ്. ഇന്നിപ്പോൾ വിവിധ സെഷനുകളിലായിട്ട് പ്രത്യേകിച്ച് കേരളത്തിൻ്റെ ഒരു സാധ്യതകൾ, അത് ടൂറിസം, മെഡിക്കൽ, IT അനുബന്ധം മറ്റ് വികസന അധിഷ്ഠിതമായ ചർച്ചകൾ, ഇതിൽ കൂടുതൽ സാധ്യതകൾ ഏതെല്ലാം രീതിയിലേക്ക് നിക്ഷേപകർക്ക് കടന്നു വരാം, അതിനെന്തെല്ലാം സാധ്യതകളാണ് ഇവിടെയുള്ളത്, അത് ഏത് രീതിയിലാണ് സംസ്ഥാന സർക്കാർ അതിന് അനുയോജ്യമായ രീതിയിലേക്കുള്ള ഒരു നടപടികൾ
നടപടികൾ എടുത്തിരിക്കുന്നത്. അങ്ങനെ അത്തരമൊരു സാധ്യതകളിലേക്കുള്ളൊരു ചർച്ചകളാണ് ഇന്നും നടക്കുന്നത്. വിവിധ കമ്പനികൾ, പ്രത്യേകിച്ച് കേരളത്തിന് പുറത്തും അതോടൊപ്പം തന്നെ രാജ്യത്തിന് പുറത്തുമുള്ള തന്നെയുള്ള കമ്പനികൾ ഇതിൽ പങ്കെടുക്കുന്നു എന്നത് തന്നെയാണ്. 3000-ഓളം പ്രതിനിധികൾ ഇതിൽ ഉണ്ട്. 26 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളടക്കം ഇതിൽ പങ്കെടുക്കുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു വലിയ സാധ്യതകൾ നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെയുള്ള ഒരു വലിയ തുറന്ന ചർച്ചകളിലേക്ക് തന്നെയാണ് പോകുന്നത്. വലിയ പ്രഖ്യാപനങ്ങൾ ഇന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ഇന്ന് ഉച്ച കഴിയുന്നതോടെ ഇതിൻ്റെ ഓരോ ചർച്ചകളുടെയും കാര്യങ്ങളും എല്ലാം തന്നെ അവസാനിക്കുകയും ചെയ്യും. പിന്നീടുള്ളത് ഈ വികസനത്തിന് വേണ്ടി അല്ലെങ്കിൽ നിക്ഷേപങ്ങൾക്ക് വേണ്ടിയുള്ള സാധ്യതകളിലേക്ക് ആരൊക്കെ അതിൽ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്, അതിൽ എന്താണ് അവരുടെ പദ്ധതികൾ ഇവിടെ പ്രാവർത്തികമാക്കാൻ ഉദ്ദേശിക്കുന്നത്, അത് എത്ര കോടി രൂപയുടേതാണ്, അതിൽ എത്ര പേർക്ക് തൊഴിലവസരങ്ങൾ നൽകുന്നതാണ്, ഏതൊക്കെ വകുപ്പുകളുമായി ബന്ധപ്പെട്ടുള്ളതാണ് എന്നത് സംബന്ധിച്ച് നിലവിൽ ഇത്തരം ഒരു ചർച്ചകളും എല്ലാം തന്നെ നടക്കുന്നുണ്ട്. അത്തരം ഈ എല്ലാ വകുപ്പുകളുടെയും തന്നെ തീരുമാനമെടുക്കേണ്ടവർ തന്നെയും ഇവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം ചർച്ചകളും കാര്യങ്ങളും എല്ലായിടത്തും തന്നെ നടക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ഏകോപനം ഇന്ന് ഉച്ചയ്ക്ക് ശേഷമുണ്ടാകും. വൈകിട്ട് 4 മണിക്ക് അതിൻ്റെ ഒരു പ്രഖ്യാപനത്തിലേക്ക് കടന്നു വരും എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യുന്നത്. ഒരുപക്ഷെ മുഖ്യമന്ത്രി തന്നെയായിരിക്കും ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊരു വിശദീകരണം അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാകുകയും ചെയ്യുക. നിലവിൽ നമുക്കറിയാൻ കഴിഞ്ഞത് കഴിഞ്ഞ ദിവസങ്ങളിലെന്ന പോലെ വലിയ നിക്ഷേപങ്ങളുടെ ഒരു തുടർച്ചയാണ് അദാനി ഗ്രൂപ്പ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. 30,000 കോടി രൂപയുടെ വികസന പദ്ധതികൾ അവർ പ്രഖ്യാപിക്കുന്നത്. ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് വിഴിഞ്ഞം പോർട്ടുമായി ബന്ധപ്പെട്ടുള്ളത് തന്നെയാണ്. കാരണം ആ വിഴിഞ്ഞം തുറമുഖത്തെ മറ്റൊരു ഫേസിലേക്ക്, അടുത്ത ഘട്ടത്തിലേക്ക് ഉയർത്തുക എന്നത് സംബന്ധിയായ കാര്യങ്ങളിൽ വലിയ ചർച്ചകൾ നടക്കുന്നു. പ്രത്യേകിച്ച് ഇതുപോലുള്ള പ്രാദേശികമായ പോർട്ടുകളുടെ ഒരു വികസന സാധ്യതകൾ വലിയ രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുമെന്നൊരു കണക്കുകൂട്ടൽ തന്നെയാണ് ഉള്ളതെന്ന് കരുൺ അദാനി കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഇവിടെ ഉദ്ഘാടന സെഷനിൽ പറയുകയുണ്ട്. 20,000 കോടി രൂപയാണ് ആ മേഖലയിൽ മാത്രം അവർ നിക്ഷേപത്തിന് ഒരുങ്ങുകയും ചെയ്യുന്നത്. അവരുടെ തന്നെ ഉടമസ്ഥതയിലുള്ള തിരുവനന്തപുരം വിമാനത്താവളത്തിൽ 5,500 കോടി രൂപയുടെ വികസന പദ്ധതികൾ നടപ്പാക്കുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം കളമശ്ശേരിയിൽ ലോജിസ്റ്റിക്കും ഇ കൊമേഴ്സ് പാർക്ക് എന്ന ഒരു സങ്കല്പത്തിന് അവർ നൽകുന്ന 5,000 കോടി രൂപയുടെ ഒരു പദ്ധതി ഇവിടെ അവർ നടപ്പാക്കുന്ന പ്രഖ്യാപിച്ചിട്ടുണ്ട്. അടുത്ത ഒരു 3 വർഷത്തിനുള്ളിൽ തന്നെ ഇത്തരം പദ്ധതികളുടെ ഒരു തുടർച്ച ഇതിലുണ്ടാകുമെന്ന് പറഞ്ഞിരിക്കുന്നു. മറ്റൊന്ന് ആസ്റ്റർ മെഡ് സിറ്റിയുടെ ഒരു പ്രഖ്യാപനമാണ്. 850 കോടി രൂപയുടെ വികസന പദ്ധതികളാണ് അടുത്ത ഘട്ടത്തിലേക്ക് അവർ പറഞ്ഞിരിക്കുന്നത്. നിലവിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന 500 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് പുറമെയാണ് ഈ ഒരു തുകയുടെ ഒരു സാധ്യതകൾ കൂടി പറഞ്ഞിരിക്കുന്നത്. മറ്റൊന്ന് ഇന്ന് പ്രഖ്യാപിക്കുന്ന വലിയൊരു പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത് ലുലു ഗ്രൂപ്പിന് ഇന്ന് അവരുടെ വികസന പദ്ധതികൾ പ്രഖ്യാപിക്കും. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരള ഇൻവെസ്റ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതെല്ലാം തലങ്ങളിലാണ് അവരുടെ ഒരു വികസന തുടർച്ച ഉണ്ടാകുന്നത്, പദ്ധതികളുടെ തുടർച്ച ഉണ്ടാകുന്നത് എന്നത് ഇന്ന് അറിയിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിലവിൽ 2,200 കോടി രൂപയുടെ IT അനുബന്ധിത പദ്ധതികൾ ഇവിടെ നടപ്പാക്കുന്നുണ്ട്. അത് ഇൻഫോ പാർക്കിലുള്ള 4 ഫേസുകളിലായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന പദ്ധതികളാണ്. ഒപ്പം തന്നെയും സ്മാർട്ട് സിറ്റിയുടെ ആ ഒരു പദ്ധതി പ്രദേശത്ത് 2 വലിയ IT ടവറുകൾ അവർ സ്ഥാപിക്കുന്നുണ്ട്. ഏതാണ്ട് 15,000 പേർക്ക് ജോലി ചെയ്യാവുന്ന ടവറുകളുടെ ഉദ്ഘാടനം സമീപ ഭാവിയിൽ തന്നെ ഉണ്ടാകും. ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ IT ടവറുകളായിട്ടാണിത് കണക്കാക്കപ്പെടുകയും ചെയ്യുന്നത്. അങ്ങനെ വലിയ രീതിയിലുള്ള വികസന പദ്ധതികളുടെ ഒരു പ്രഖ്യാപനത്തിലേക്ക് കടന്നിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ഇതിൽ ചർച്ചയിൽ പങ്കെടുത്ത കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി പ്രഖ്യാപിച്ചത് കേരളത്തിൻ്റെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ മേഖല, അടിസ്ഥാന സൗകര്യ വികസന രംഗം, അത് ഏറ്റവും പരമപ്രധാനമായൊരു കാര്യമാണ്. ഈ മേഖലയിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് 50,000 കോടി രൂപയുടെ പദ്ധതികളാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. അതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് മലബാർ മേഖലയിൽ, പ്രത്യേകിച്ച് പാലക്കാടിനെ കൂടി ചേർത്തുകൊണ്ട് ഇവിടെ നടപ്പാക്കുന്ന 10,840 കോടി രൂപയുടെ റോഡ് വികസനമടക്കമുള്ള വലിയ പദ്ധതികൾ വരികയും ചെയ്യുന്നുണ്ട്. വിഴിഞ്ഞവുമായി കണക്ട് ചെയ്തുകൊണ്ട് റിംഗ് റോഡുകളുടെ വികസനം വരുന്നുണ്ട്. എറണാകുളത്ത് അങ്കമാലി കുണ്ടന്നൂർ മേഖലയിൽ 6 വരിയായിട്ട് പാത ഉയർത്തുകയും ചെയ്യുകയാണ്. ഏതാണ്ട് 5,000-ഓളം കോടി രൂപയുടെ ഒരു പ്രോജക്റ്റാണത്. അങ്ങനെ അടിസ്ഥാന സൗകര്യ മേഖലയിലടക്കം വലിയ രീതിയിലുള്ള വികസന പദ്ധതികൾ അദ്ദേഹം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അങ്ങനെ കേരളത്തിൻ്റെ ഒരു സമഗ്ര വികസനം ലക്ഷ്യമിട്ട് നടപ്പാക്കുന്ന ഈ ഒരു പരിപാടി, ഇതിനോട് വലിയ രീതിയിലുള്ളൊരു പ്രതികരണമാണ് ഈ ഇൻവെസ്റ്റേഴ്സ് മീറ്റിനോട് വന്നുകൊണ്ടിരിക്കുന്നത്. അതിനൊരു പൂർണ്ണമായൊരു പ്രഖ്യാപനം ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ശ്രീജ, ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്. ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സമ്മിറ്റ് വേദിയിൽ നിന്ന് ഇന്ന് വൈകിട്ടോടെ ഈ ഒരു സമ്മിറ്റിൽ എന്തുണ്ടായി എന്നറിയാൻ നമുക്ക് വൈകുന്നേരം 4 മണി വരെ കാക്കാം. മറ്റു വാർത്തകളിലേക്ക് വരാം ഇടവേളയ്ക്ക് ശേഷം.
ഇന്നലെ അന്തരിച്ച CPM കോട്ടയം ജില്ലാ സെക്രട്ടറി AV റസലിന്റെ മൃതദേഹം ഇന്ന് നാട്ടിലെത്തിക്കും. ചെന്നൈയിൽ നിന്ന് വിമാനമാർഗം കൊച്ചിയിലെത്തിക്കുന്ന മൃതദേഹം ജില്ലയിൽ നിന്നുള്ള നേതാക്കൾ ഏറ്റുവാങ്ങും. 12 മണിക്ക് കോട്ടയം ജില്ലാ കമ്മിറ്റി ഓഫീസിലും 3 മണിക്ക് ചങ്ങനാശ്ശേരി ഏരിയ കമ്മിറ്റി ഓഫീസിലും പൊതുദർശനമുണ്ട്. വൈകിട്ട് 5:30 ചങ്ങനാശ്ശേരി തെങ്ങണയിലെ വീട്ടിലേക്ക് മൃതദേഹം കൊണ്ടുവരും. നാളെ ഉച്ചയ്ക്ക് 12 മണിക്കാണ് സംസ്കാരം. ക്യാൻസർ ബാധയെ തുടർന്ന് ചികിത്സയിലായിരുന്നു റസൽ. ഇന്നലെ ഉച്ചയ്ക്ക് 2:30 ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു ചെന്നൈയിൽ മരണം. കോഴിക്കോട് ചേവായൂർ സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിനോട് അകന്നു കഴിയുന്ന നേതാക്കളും പ്രവർത്തകരും CPMൽ ചേർന്നു. KPCC മുൻ എക്സിക്യൂട്ടീവ് അംഗം സുബ്രഹ്മണ്യന്റെ നേതൃത്വത്തിൽ 100ഓളം പേരാണ് CPMലെത്തിയത്. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വിമത കോൺഗ്രസ് നേതാക്കളെയും പ്രവർത്തകരെയും പാർട്ടിയിലേക്ക് സ്വീകരിച്ചു. ചേവായൂർ സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നേതാക്കൾ CPMലേക്ക് എത്തിയതോടെ വയനാട് DCC ട്രഷറർ NM വിജയന്റെ പാതയിലൂടെയുള്ള ഒരുപാട് ആത്മഹത്യകൾ ഒഴിവാക്കാൻ കഴിഞ്ഞതായി അദ്ദേഹം പറഞ്ഞു. വ്യക്തമായ രാഷ്ട്രീയ കാഴ്ചപ്പാടും ദിശാബോധത്തോടെയും കാര്യങ്ങൾ കൈകാര്യം ചെയ്തു പോകാൻ നിർബന്ധ ബുദ്ധി കാണിച്ചതാണ് കോൺഗ്രസിൽ നിന്ന് ഇവരെ വ്യതിരിക്തമാക്കുന്നത്. ഇത്രയും കാലത്തെ പ്രവർത്തനത്തിനിടയിൽ അവർക്ക് വളരെ വ്യക്തതയോടുകൂടി തിരിച്ചറിയാൻ കഴിഞ്ഞ ഒരു കോൺഗ്രസ് രാഷ്ട്രീയത്തിന്റെ ഇന്നത്തെ മുഖം നമുക്കെല്ലാം മനസ്സിലായത് തന്നെയാണ് സുധാകരന്റെ പ്രശ്നം. 61 കൊല്ലത്തെ കോൺഗ്രസ് ഭരണത്തിന് അവസാനം കുറിച്ചാണ് കോഴിക്കോട് ജില്ലയിലെ ഏറ്റവും വലിയ സഹകരണ ബാങ്കായ ചേവായൂർ ബാങ്ക് വിമതരുടെ പിന്തുണയോടെ CPM പിടിച്ചത്. തെരഞ്ഞെടുപ്പ് ദിനത്തിൽ വ്യാപകമായ അക്രമ സംഭവങ്ങളാണ് അരങ്ങേറിയത്. തെരഞ്ഞെടുപ്പ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും തിരിച്ചടിയാണ് ഉണ്ടായത്. 100 കോടി രൂപയുടെ ആസ്തിയും 500 കോടി രൂപയുടെ നിക്ഷേപവുമുള്ള ബാങ്കിന് നഗരത്തിനുള്ളിൽ 8 ശാഖകളും 3 സൂപ്പർ മാർക്കറ്റും 3 നീതി മെഡിക്കൽ സ്റ്റോറുകളും സഞ്ചരിക്കുന്ന ATMും കോർ ബാങ്കിംഗ് സംവിധാനവുമുണ്ട്. ന്യൂസ് 18 കോഴിക്കോട്. കേരളത്തിൽ ഇന്നും ചൂട് ഉയരുമെന്ന മുന്നറിയിപ്പ്. ഒറ്റപ്പെട്ടയിടങ്ങളിൽ സാധാരണയേക്കാൾ 2 ഡിഗ്രി സെൽഷ്യസ് മുതൽ 3 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഉയർന്ന താപനിലയും ഈർപ്പവുമുള്ള വായുവും കാരണം ചൂടും അസ്വസ്ഥതയും ഉണ്ടാകും. കാലാവസ്ഥാ വകുപ്പിന്റെ അറിയിപ്പ് അനുസരിച്ച് സൂര്യാഘാതം, സൂര്യാതപം, നിർജ്ജലീകരണം തുടങ്ങിയ നിരവധി ഗുരുതര പ്രശ്നങ്ങൾക്ക് ഇത് കാരണമായേക്കും. 11 മണി മുതൽ 3 മണി വരെയുള്ള സമയത്ത് നേരിട്ട് കൂടുതൽ സമയം വെയിലേൽക്കുന്നത് ഒഴിവാക്കാനാണ് ആരോഗ്യവകുപ്പും ദുരന്ത നിവാരണ അതോറിറ്റിയും നൽകുന്ന മുന്നറിയിപ്പ്. ഈ വേനലൊക്കെ കടുത്തു വരുന്ന സമയത്ത് കുടിവെള്ളമില്ലാതെ പൊറുതിമുട്ടുകയാണ് പത്തനംതിട്ട നഗരവാസികൾ. കഴിഞ്ഞ 1 വർഷമായി നഗരത്തിന്റെ പല ഭാഗങ്ങളിലും കുടിവെള്ളം ലഭിക്കാത്ത പ്രദേശങ്ങളുണ്ട്. പ്രതിഷേധങ്ങൾക്കും പരാതികൾക്കും ഒക്കെ ഒടുവിലും ഒരു നടപടിയും ഉണ്ടായിട്ടില്ലെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം. പത്തനംതിട്ട നഗരത്തിലെ പ്രദേശവാസികളാണ് വേനൽക്കാലത്ത് കുടിവെള്ളമില്ലാതെ ബുദ്ധിമുട്ടുന്നത്. പൈപ്പുകൾ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും ഒരു തുള്ളി വെള്ളം പോലും കിട്ടാനില്ലാത്ത അവസ്ഥ. പരാതികൾ പറഞ്ഞിട്ടും നടപടിയില്ല. ഇവിടുത്തെ ആളുകളുടെ അവസ്ഥ വളരെ പരിതാപകരമായി. ഇവരുടെ എല്ലാം പരാതി കേട്ട് നമ്മൾ മടുത്തു. നമ്മൾ ഈ അധികാരപ്പെട്ടവരോട് എന്ന് വെച്ചാൽ മുനിസിപ്പാലിറ്റിയിലും പിന്നെ വാട്ടർ അതോറിറ്റിയിലും ഒക്കെ ചെന്ന് പറയുമ്പോൾ ഓരോരുത്തരെ പഴി ചാരുന്നതല്ലാതെ ഈ വെള്ളം കൃത്യമായിട്ട് ലഭിക്കാനുള്ള യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല. കഴിഞ്ഞ വർഷം ഫെബ്രുവരി 24 തൊട്ട് ടാങ്കർ ലോറികളിൽ ജലം വാർഡുകളിൽ കൊടുക്കുന്നുണ്ടായിരുന്നു. ഈ പ്രാവശ്യം ടെൻഡർ പോലും ഇന്നലെയാണ് കൊടുത്തത്. അതിനും പാസ്സായി കൗൺസിൽ പാസ്സാക്കി വരുമ്പോൾ ഈ മാസം ലാസ്റ്റ് കഴിഞ്ഞാലും വെള്ളം കിട്ടാത്ത ലാസ്റ്റ് മുതലേ കിട്ടുമോ എന്നാണ് പ്രതീക്ഷിക്കുന്നത്. നഗരത്തിലെ 10 വാർഡുകളിലാണ് കുടിവെള്ളക്ഷാമം രൂക്ഷമായിട്ടുള്ളത്. മുണ്ടുകോട്ടയ്ക്കൽ, നന്നൂക്കാട്, പൂവമ്പാറ തുടങ്ങിയ പ്രദേശങ്ങളിലാണ് കുടിവെള്ളമില്ലാത്തത്. പല സ്ഥലങ്ങളിലും മാസങ്ങളായി കുടിവെള്ളം ലഭിക്കുന്നില്ല. അപ്പം ഈ ദൂരേന്ന് വണ്ടിയെ വെള്ളം കൊണ്ടുവന്ന് വണ്ടിയൂടെ പോയി കന്നാസി കൊണ്ടുവന്ന് ചുമ്മാ ടാങ്ക് തന്നെ ഇങ്ങനെ ഇരിക്കുക. ഞങ്ങൾ മഴവെള്ളത്തെ പ്രതീക്ഷിച്ച 3-4 ടാങ്ക് വെച്ച് ഇങ്ങനെ മഴവെള്ളം, ഇപ്പോൾ അതും ഇല്ല, മഴവെള്ളവും ഇല്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടാണ്. പിന്നെ അവിടെ പറയുന്നതാണ്, ഞങ്ങൾ തിരുവനന്തപുരം വരെ വിളിച്ച് കഴിഞ്ഞ ദിവസം ഒരു ദിവസം വന്നു. പിന്നെ ടാങ്കർ ലോറിയെ എല്ലാ വർഷവും എത്തിക്കുന്നതാണ്, പക്ഷേ ഇതുവരെ വന്നിട്ടില്ല. ഇപ്പം ഭയങ്കര ചൂടും വെള്ളത്തിന് ഭയങ്കര ബുദ്ധിമുട്ടും. ഓട്ടോറിക്ഷകളിലും കിലോമീറ്ററുകൾ നടന്നുമാണ് പ്രദേശവാസികൾ കുടിവെള്ളം വീടുകളിൽ എത്തിക്കുന്നത്. പണം കൊടുത്ത് വാങ്ങിയാണ് കുടിവെള്ളം പലരും ഉപയോഗിക്കുന്നത്. വെള്ളത്തിന് അത് ഭയങ്കരമായ ഷോർട്ടേജ്. ഞങ്ങൾ വെള്ളത്തിന് വേണ്ടി നെട്ടോട്ട് കൊടുക്കുക. കഴിഞ്ഞ വർഷം ഈ സമയത്തൊക്കെ ഒരു ഫെബ്രുവരി 15 ആകുമ്പോഴൊക്കെ വെള്ളം അവർ ടാങ്കറെ കൊണ്ട് തരുന്ന കുറച്ചാൽ. ഈ വർഷം അതുണ്ടായിട്ടില്ല. അതുകൊണ്ട് അതിൻ്റേതായ ഭയങ്കരമായ ബുദ്ധിമുട്ട്. പുതിയ പൈപ്പുകൾ സ്ഥാപിച്ചാൽ ഉയർന്ന പ്രദേശങ്ങളിൽ കുടിവെള്ളം ലഭിക്കും. എന്നാൽ പൈപ്പ് സ്ഥാപിക്കുന്നതിന് ദേശീയപാത അതോറിറ്റി തടസ്സം നിൽക്കുന്നതെന്നാണ് ജല അതോറിറ്റിയുടെ വിശദീകരണം.
ന്യൂസ് 18 പത്തനംതിട്ട. നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയെയും അദ്ദേഹത്തിൻ്റെ ത്യാഗോജ്വലമായ പോരാട്ട ജീവിതത്തെയും കുറിച്ചൊക്കെ നമുക്കറിയാം. എന്നാൽ മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയെ മഹാത്മാഗാന്ധിയാക്കി പരിവർത്തനം ചെയ്തതിന് പിന്നിൽ അതിശക്തമായൊരു വനിതാ സാന്നിധ്യമുണ്ട്. അത് കസ്തൂർബ ഗാന്ധിയുടേതാണ്. ഗാന്ധിജിയുടെ ഭാര്യ എന്നതിനപ്പുറം ചരിത്രത്തിൽ ആ ധീരവനിതയുടെ പോരാട്ടങ്ങൾ വേണ്ടത്ര രേഖപ്പെടുത്തിയിട്ടില്ല എന്ന വിമർശനം ചരിത്രകാരന്മാർ പലപ്പോഴും ഉയർത്താറുണ്ട്. സ്വാതന്ത്ര്യസമര പോരാട്ടത്തിന്റെ ഭാഗമായി തടവിൽ കിടന്ന് വീരമൃത്യു വരിച്ച കസ്തൂർബ ഗാന്ധിയുടെ 81ാം ചരമവാർഷിക ദിനമാണ് ഇന്ന്. എട്ടു പതിറ്റാണ്ടുകൾക്ക് മുമ്പ് പൂനെയിലെ അഖാക്കൻ തടവറയിൽ കടുത്ത ന്യൂമോണിയയും ഹൃദ്രോഗവും അലട്ടിയിട്ടും പരോളോ ചികിത്സയോ ലഭിക്കാതെ മരണത്തിന് കീഴടങ്ങിയ ധീരവനിത കസ്തൂർബ ഗാന്ധി. എന്നാൽ മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന വൻമരത്തിന്റെ മറവിൽ ആ ധീരവനിത ചരിത്രത്തിൽ വേണ്ടത്ര അടയാളപ്പെടുത്താതെ പോയോ? എം കെ ഗാന്ധി മഹാത്മാഗാന്ധിയായി പരിവർത്തനം ചെയ്യപ്പെടുമ്പോൾ യാഥാസ്ഥിതിക മൂല്യങ്ങൾക്കും കുടുംബ ബന്ധങ്ങൾക്കുമിടയിൽ നിന്നുകൊണ്ട് തന്നെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ സജീവമായിരുന്നു കസ്തൂർബയും. ദക്ഷിണാഫ്രിക്കയിലെ വർണ്ണവിവേചനത്തിനെതിരായ പോരാട്ടം മുതൽ ക്വിറ്റ് ഇന്ത്യ സമരം വരെ മഹാത്മാഗാന്ധി സജീവ പങ്കാളിത്തം വഹിച്ച പോർമുഖങ്ങളിലെല്ലാം കസ്തൂർബയും ഒപ്പമുണ്ടായിരുന്നു. ഫീനിക്സ് സെറ്റിൽമെന്റിലും ടോൾസ്റ്റോയ് ഫാമിലും സബർമതി സേവാഗ്രാം ആശ്രമങ്ങളിലും സാമൂഹിക ജീവിതവും സമൂഹ അടുക്കളയും കെട്ടിപ്പടുക്കുന്നതിലും കസ്തൂർബ നിർണായക പങ്കുവഹിച്ചു. ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി 1942 ഓഗസ്റ്റ് 9 ബോംബെയിലെ ശിവാജി പാർക്കിൽ ജനക്കൂട്ടത്തെ അഭിസംബോധന ചെയ്യാനിരിക്കെ ഗാന്ധിജി അറസ്റ്റിലായി. ഗാന്ധിയുടെ അഭാവത്തിൽ ആ യോഗത്തിൽ താൻ പ്രസംഗിക്കുമെന്ന് കസ്തൂർബ തീരുമാനമെടുത്തു. അനാരോഗ്യത്തെ തുടർന്ന് പിന്മാറാൻ പലരും ആവശ്യപ്പെട്ടുവെങ്കിലും കസ്തൂർബ ഉറച്ചുനിന്നു. ഭയപ്പെട്ടുപോയ ബ്രിട്ടീഷ് ഭരണകൂടം കസ്തൂർബയെയും അറസ്റ്റ് ചെയ്ത് പൂനെയിലെ അഖാക്കൻ കൊട്ടാരത്തിൽ തടവിലാക്കി. തടവ് ജീവിതത്തിനിടെ കസ്തൂർബയ്ക്ക് രോഗം മൂർച്ഛിച്ചുകൊണ്ടേയിരുന്നു. മരണാസന്നയായിട്ടും വിദഗ്ധ ചികിത്സ നൽകാനോ പരോൾ അനുവദിക്കാനോ ബ്രിട്ടീഷ് ഭരണകൂടം തയ്യാറായില്ല. ഒടുവിൽ 1944 ഫെബ്രുവരി 22 കസ്തൂർബ മരണപ്പെട്ടു. ഇന്ത്യ എന്ന മഹാരാജ്യം അസ്വാതന്ത്ര്യത്തിന്റെ ചങ്ങലപ്പൂട്ടുകൾ പൊട്ടിച്ചെറിയുന്നതിന് 3 വർഷങ്ങൾക്ക് മുമ്പാണ് കസ്തൂർബ വിടവാങ്ങിയത്. സ്വാതന്ത്ര്യ സമര പോരാട്ടം ഫലം കാണാത്തതിലും സ്ത്രീകളടക്കമുള്ള പോരാളികൾ പോലീസിന്റെ കൊടിയ മർദ്ദനം ഏൽക്കുന്നതിലും ഗാന്ധിയോടും കലഹിച്ചിരുന്നു ആ ധീരവനിത. കസ്തൂർബയെപ്പോലെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന്റെ ഭാഗമായ എത്രയോ പെൺമുഖങ്ങൾ ഇനിയും ഓർമ്മിക്കപ്പെടേണ്ടതുണ്ടാകും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ചരിത്രത്തിൽ രേഖപ്പെടുത്താതെ പോകുന്ന സ്ത്രീ സാന്നിധ്യങ്ങൾക്ക് മുഴുവനുള്ള ആദരവായിരിക്കട്ടെ കസ്തൂർബയുടെ ഇന്നത്തെ ഓർമ്മ. ന്യൂസ് ട്രെൻഡ്സിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. ഈ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ, പ്രത്യേകിച്ച് ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സമ്മിറ്റ് കൊച്ചിയിൽ നടക്കുമ്പോൾ അത് കേരളത്തിൻ്റെ വികസന മേഖലയിൽ എത്രത്തോളം മുതൽക്കൂട്ടാകും. വിശദമായി തന്നെ ഇക്കാര്യങ്ങളൊക്കെ ന്യൂസ് ട്രെൻഡ്സിൽ ചർച്ച ചെയ്യും. രാവിലെയുടെ സമയം പൂർണ്ണമാവുകയാണ്. വീണ്ടും നാളെ കാണാം. നല്ലൊരു ദിവസം എല്ലാവർക്കും ആശംസിക്കുന്നു.